അധികാരം കൊയ്തെടുക്കാനും നിലനിർത്താനും മനുഷ്യൻ എന്നും ശ്രമിച്ചു പോന്നു. രാഷ്ട്രീയം രാഷ്ട്രസേവനമല്ല, മന്ത്രി കസേരയുടെ ഇളകി ഒടിഞ്ഞ കാലുകൾ ഉറപ്പിച്ചു നിർത്തലാണ് എന്ന് മനസ്സിലാക്കിയ പുതിയ നേതാക്കൾ. അവർക്ക് പിൻപേ അറവുശാലയിലേക്ക് നയിക്കപ്പെടുന്ന ആട്ടിൻപറ്റത്തെ പോലെ ഒരു ജനത. ഇവിടെ നേതാവ് അറവുകാരനാകുന്നു, പാർട്ടി ഓഫീസ് അറവുശാലയും. അവിടെ ഒരു സമൂഹത്തിൻ്റെ എല്ലാ നല്ല സ്വപ്നങ്ങളും ചതഞ്ഞരയുന്നു. വക്കീൽ സാർ ഇരുന്നാട്ടെ. ഈ ഉള്ളവനുണ്ടല്ലോ കൊച്ചു എളുപ്പാങ്കാലത്ത് കാപ്പി ഉണ്ടാക്കി തരാൻ. വിശ്വേട്ടൻ എന്തിനാ കാപ്പി ഉണ്ടാക്കാൻ പോയേ? അഡ്വക്കേറ്റ് രാധിക വിശ്വനാഥൻ കോടതി മുറിയിൽ ഷൈൻ ചെയ്യുമ്പോ എനിക്കും ഇല്ലേ അതിന്റെ ഒരു ക്രെഡിറ്റ്? വിശ്വനാഥനെ ഭർത്താവായി കിട്ടിയതേ നിന്റെ ഭാഗ്യം. മതി റൊമാൻസ്. സുനിത എഴുന്നേറ്റിട്ടുണ്ടാവും. അവളവിടെ കിടന്ന് കൂർക്കം വലിക്കുന്നുണ്ട്. നീ ഇവിടെ ഇരിക്കേ. സോറി സാറേ, രാവിലെ ഇത്തിരി ജോലിയുണ്ട്. അപ്പൊ രാവിലെ എഴുന്നേറ്റ് കാപ്പി ഇട്ടത് വെറുതെ ആയോ? ഇവളിത് എന്തോ എടുക്കുക? സുനിതേ, സുനിതേ, ദാ വരുന്നു. നീ കോളേജിലേക്കോ അതോ സൗന്ദര്യ മത്സരത്തിനോ? കളിയാക്കണ്ട. രാധിക വിശ്വനാഥന്റെ അനിയത്തി കോളേജിലൊരു ഫിഗർ തന്നെയാ. സംശയമുണ്ടോ? ഒരു സംശയമില്ലേ. മിക്സഡ് ആവാൻ ഞാൻ നന്നായി, അല്ലേ ലാമ്പുള്ളൊരു വലഞ്ഞു പോയനെ. ഒന്നിറങ്ങിയാട്ടെ. പോട്ടെ. ഓക്കെ.
SM2 ഇന്ന് ഫയൽ ചെയ്യേണ്ട കൗണ്ടർ പെറ്റീഷൻ ശരിയായോ? മാഡം, എന്താ മാത്യൂസ്, ഞാൻ എത്ര തവണ പറഞ്ഞതാ ഈ കേസ് ഞാൻ എടുക്കില്ലെന്ന്. നിങ്ങളുടെ അനിയൻ ചെയ്തത് ന്യായീകരിക്കാൻ എനിക്കാവില്ല. വെറും ഒരു സംശയത്തിന്റെ പേരിൽ ഭാര്യയെ വെട്ടി നുറുക്കുക. ഇറ്റ്സ് ടു ക്രൂവൽ. മാഡം, അത് വെരി സോറി, ഐ എം ഹെൽപ്ലെസ്. പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം അലങ്കോലപ്പെടുത്തിയ ന്യൂസ് ഫസ്റ്റ് എഡിഷനിൽ വന്നില്ലല്ലോ. സംഭവം നടക്കുമ്പോൾ മണി 10 കഴിഞ്ഞിരുന്നു. സെക്കൻഡ് എഡിഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എവിടെ? ഇതാ. പ്രതിപക്ഷ നേതാവിന്റെ പത്രസമ്മേളനം രാവിലെ 11 മണിക്കാണ്. താൻ പോണം. സ്ഥിരം പല്ലവി ആയിരിക്കും. എന്ത് ചെയ്യാം, രാഷ്ട്രീയക്കാരെ ഛർദ്ദിക്കുന്നത് കോരിയെടുത്ത് ജനങ്ങൾക്ക് കൊടുക്കണമല്ലോ. താൻ ചെല്ല്. എടോ ശേഖരക്കുറുപ്പേ, താൻ MLA ആയതും കീരിപ്പാറ തോമാച്ചൻ മന്ത്രിയായതും എന്റെ കാശുകൊണ്ടാ. അത് മറന്ന് കളിക്കാൻ ശ്രമിക്കരുത്. എന്താ നമ്പ്യാരെ ഇങ്ങനെ? ഞാൻ എന്നും നമ്പ്യാരുടെ കൂടെയുണ്ട്. പിന്നെ തോമാച്ചൻ തൊഴിൽ വകുപ്പ് മന്ത്രിയാകുമ്പോ ചില നടപടികളൊക്കെ. എന്തോന്ന് നടപടിയാടോ? എന്റെ ഫാക്ടറിയിലെ തൊഴിൽ പ്രശ്നം തീർക്കാൻ എനിക്ക് തന്റെയും കീരിപ്പാറയുടെ ഉപദേശമൊന്നും വേണ്ട. നമ്പ്യാർ ഇങ്ങനെ ചൂടായാൽ എങ്ങനെ? യൂണിയൻ ലീഡർ കുമാരന് പാർട്ടിയിൽ അവന്റെ സ്വാധീനം അറിയാമല്ലോ. ഒരു ഇഷ്യൂ വരുമ്പോ കീരിപ്പാറ മാത്രമല്ല മറ്റു പലരും അവന്റെ കൂടെയാവും. അല്ലേലും നിങ്ങൾ രാഷ്ട്രീയക്കാരും നാറുകളാ. ഇലക്ഷനെന്നും ഫണ്ടെന്നും പറഞ്ഞ് തെണ്ടാൻ വരുമ്പോ ഈ അനന്തൻ നമ്പ്യാർ ദൈവമാ. ഒരു പ്രശ്നം വരുമ്പോ ഒരുമാതിരി ഞഞ്ഞാവിഞ്ഞ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. ശരിയാക്കാൻ നമ്പ്യാരെ. വേണ്ടടോ. ഒരു പകൽ കൊണ്ട് മന്ത്രിസഭ ഉണ്ടാക്കാനും അതേ രാത്രി കൊണ്ട് അത് താഴെ ഇറക്കാനും എനിക്കൊരു പ്രയാസവുമില്ല. അതറിയാമല്ലോ കുറുപ്പിന്. താനും കീരിപ്പാറയും പ്രതിപക്ഷത്തിൽ നിന്ന് ചൊറുകുത്തിക്കൊണ്ടിരുന്നപ്പോ 10 പേരെ കാല് മാറ്റി ഈ മന്ത്രിസഭ ഫോം ചെയ്യിച്ചത് ഞാനാ, മറക്കണ്ട. ഞാൻ ഇന്ന് തന്നെ കീരിപ്പാറ വിളിക്കാം. താൻ തിരുവനന്തപുരത്ത് നിന്ന് രാജഭാരത്തിന്റെ ക്ഷീണത്തിൽ വന്നതല്ലേ? ചെല്ല് ചെല്ല്. മോളെ, അച്ഛൻ നല്ല ആളാ. ഉം, പൊളിറ്റീഷ്യൻ ആയതുകൊണ്ട് പറയുന്നത് ചെയ്യില്ലെന്നറിയാം. ഒരാഴ്ചക്കുള്ളിൽ വരാന്ന് പറഞ്ഞു പോയതല്ലേ. നിയമസഭാ സമ്മേളനം ഒരാഴ്ച നീട്ടിക്കൊണ്ടാ മോളെ വൈകിയത്. അല്ലച്ചാ, ഒന്ന് ചോദിച്ചോട്ടെ. തിരുവനന്തപുരത്തേക്ക് പോകുമ്പോ ഭരണപക്ഷമായിരുന്നു. പത്രത്തിൽ വായിച്ചു പ്രതിപക്ഷത്തേക്ക് കാല് മാറാൻ ഒരു MLA തഞ്ചം നോക്കിയിരിക്കുകയാണെന്ന്. അത് അച്ഛനെങ്ങാനും ആണോ? പൊടി കളിയാക്കാതെ. ഡോക്ടർ ചെല്ലെ, രോഗികൾ കാത്തിരിക്കും. ശരി അച്ഛാ. ഞാൻ വിചാരിച്ചു കുമാരേട്ടൻ ഈ വഴി മറന്നു കാണുമെന്ന്. അത്ര എളുപ്പത്തിലേക്ക് മറക്കാൻ കഴിയോ? ഒന്നുമില്ല, എന്റെ നേതാവിന്റെ വീടല്ലേ. ഓ, തുടങ്ങി. എന്നാ ഈ മൊന വെച്ചുള്ള സംസാരം ഒന്ന് നിർത്തുന്നേ. അതെന്റെ ശീലക്കേടാന്ന് കരുതിയാ മതി. നേതാവത്തുണ്ടല്ലോ. കുമാരനോ? ഇരിക്കൂ. ഞാൻ ആ സമരത്തിന്റെ കാര്യം ഒന്ന് സംസാരിക്കാൻ വന്നതാ. 10 ദിവസമായി തൊഴിലാളികളെ ഫാക്ടറി പഠിക്കൽ കുത്തിരിപ്പ് തുടങ്ങിയിട്ട്. പഴയൊരു തൊഴിലാളി നേതാവാണല്ലോ ഇപ്പോഴത്തെ വകുപ്പ് മന്ത്രി തോമാച്ചൻ. ഈ സമരം ഒത്തീർപ്പാക്കണമെന്ന് അങ്ങേർക്ക് വല്ല താല്പര്യമുണ്ടോ? ഞാനും തോമാച്ചനും പലതവണ നമ്പ്യാരുമായി സംസാരിച്ചതാ. അങ്ങേരു വലിയ വാശിയില്ല. പിന്നെ സമരം തുടങ്ങുന്നതിന് മുമ്പ് പാർട്ടിയുമായി ഒന്ന് ആലോചിക്കാൻ കുമാരൻ മെനക്കെട്ടില്ലല്ലോ. എന്തിനാ കുറിപ്പിയാട്ടെ ഒളിച്ചു കളി? സ്റ്റേറ്റ് കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും ഒക്കെ എത്രയോ തവണ ചർച്ച ചെയ്ത കാര്യങ്ങളായത്. യൂണിയൻ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാൻ രേഖാമൂലം ഒരു കത്തും തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം. എവിടുന്നെങ്കിലും 10 തൊഴിലാളികളെ സംഘടിപ്പിച്ച് നേതാവ് ജാമ്യം നടക്കാൻ സുഖമാ. ഓരോ ഇഷ്യൂസ് ഉണ്ടാക്കി മന്ത്രിസഭയെ താഴ്ത്തിറക്കാൻ വേണ്ടി പ്രതിപക്ഷം കിളഞ്ഞി ശ്രമിച്ചുകൊണ്ടിരിക്കുക. താൻ അവരുടെ കയ്യിലെ പാവയാകരുത്. ഓഹോ, പ്ലേറ്റ് തിരിച്ചു പിടിക്കാൻ കുറിപ്പിയേട്ടൻ പണ്ട് സമർത്ഥനാണല്ലോ. എന്നെ പ്രതിപക്ഷക്കാരുടെ കയ്യിലെ പാവയാണെന്നും പറഞ്ഞ് ഒറ്റപ്പെടുത്താനുള്ള ശ്രമമായിരിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പാർട്ടി ആകെ എന്നെ ഒറ്റപ്പെടുത്തിയാലും മാന്യമായ ഒരു ഒത്തീർപ്പുണ്ടാക്കാതെ ഈ സമരം അവസാനിക്കാൻ പോകുന്നില്ല. ഈ സമരം എങ്ങനെയാണ് അവസാനിപ്പിക്കുക എന്ന് എനിക്കറിയാം. എന്റെ ഗോഡൌണിൽ നിർത്തിയിട്ടിരിക്കുന്ന ലോറികളിൽ ഒന്ന് ഇന്ന് രാത്രി കത്തി നശിച്ചിരിക്കും. അതിന്റെ പേരിൽ തൊഴിലാളികളെ മുഴുവൻ നാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കേസെടുക്കും. എലിയെ പേടിച്ച് ഇല്ലം ചുടണോ നമ്പ്യാരെ? വേണം.
കോടതിയും പോലീസുമായി സഹാക്കൾ കുറച്ച് കറങ്ങട്ടെ കുറുപ്പേ. ഇങ്ങനെ 2-3 ആവുമ്പോ മനസ്സിലാവും ഈ സമരം അത്ര സുഖമുള്ള ഏർപ്പാടല്ലെന്ന്. കുമാര, താൻ വിഷമിക്കാതിരിക്കടോ. തൊഴിലാളികളുടെ ജാമ്യത്തിന്റെ പ്രശ്നമല്ലേ, വഴിയുണ്ടാക്കാം. ഏയ്, എനിക്കൊരു വിശ്വാസമില്ല. ആ നമ്പ്യാരും ഹോം മിനിസ്റ്റർ ഒരു കയ്യാ. അതുകൊണ്ടാ പോലീസ് ജാമ്യം നിഷേധിച്ചത്. ഏതായാലും നാളെ കോടതിയിൽ ഹാജരാക്കുമല്ലോ. നമ്പ്യാരെ പേടിച്ച് ഈ ബാറിലെ ഒരൊറ്റ വക്കീൽ പോലും തൊഴിലാളികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാവാൻ തയ്യാറല്ല. എന്തിന്, നമ്മുടെ സേതുരാം അയ്യർ പോലും. അയ്യർ നിങ്ങളെ പാർട്ടി വക്കീലില്ലേ? ആ, അയ്യർക്ക് ഇപ്പം പഴയ പോലെ പാർട്ടിയോട് കൂറൊന്നുമില്ല. ഏതായാലും നീ വാ, വഴിയുണ്ടാക്കാം. നമ്പ്യാരുടെ ആളുകൾ തന്നെയാ ലോറിക്ക് തീ വെച്ചത്. സമരം ചെയ്യുന്ന തൊഴിലാളികളെ ഒന്നകത്താക്കാൻ നമ്പ്യാരുടെ ഒരു സൂത്രം. തൊഴിലാളികൾ നിരപരാധികളാ. പാർട്ടി വക്കീൽ പോലും കൈവിട്ട കേസാ. രാധിക എന്ത് പറയുന്നു? തൊഴിലാളികൾക്ക് വേണ്ടി ഞാൻ ഹാജരാവാം. സത്യമായിട്ടും? യെസ്. എടോ കുമാര, അഡ്വക്കേറ്റ് രാധിക വിശ്വനാഥിനെ കുറിച്ച് താൻ എന്ത് കരുതി? താൻ ധൈര്യമായിട്ട് പോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ, നിൽക്ക് ഇരി. നീ എന്റെ സുഹൃത്താണെന്ന് കരുതി രാധിക ഫീസ് വാങ്ങില്ല എന്നൊന്നും കരുതരുത്. ഈ വക്കീലന്മാരും ഡോക്ടർമാരും ഫീസിന്റെ കാര്യത്തിൽ ഒരു മയവും ഇല്ലാത്തവരാ. അതല്ലേ ഞങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളാം. വരട്ടെ. ഓക്കെ. ശരി. ഞാൻ നമ്പ്യാർ, തൃശ്ശിലേരി അനന്തൻ നമ്പ്യാർ. അറിയാം, വരൂ. ഇരിക്കൂ. വന്ന കാര്യം പറയാം. ഏത് രീതിയിലാണ് എന്നെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് എനിക്കറിയില്ല. എനിക്ക് ഒരു വല്യമ്മാവനുണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടോ? കുഞ്ഞോമന നമ്പ്യാർ. വല്യമ്മാവനോട് സ്വഭാവം ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെടാത്തത് ചെയ്യുന്നവരോട് ഒരു മയവും ഉണ്ടാവില്ല. പറഞ്ഞു കേട്ടതാ. തൃശ്ശിലേരി തറവാടിന്റെ മതിൽക്കെട്ടിനകത്ത് ഒരുപാട് പേരുടെ ചോര വീണിട്ടുണ്ട്. ഏതാണ്ട് അങ്ങനെ ഒരു സ്വഭാവമാണ് എന്റേത്. ആ താവഴിയാ. വാട്ട് ആർ യു സേയിങ്? എന്റെ ഫാക്ടറിയിലെ തൊഴിൽ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ എനിക്കെതിരായി അപ്പിയർ ചെയ്യുന്നത് മിസ്സിസ് രാധിക വിശ്വനാഥനാണെന്ന് കേട്ടു. ഐ അപ്രീഷിയേറ്റ് യു. ഈ ബാറിലെ ഏറ്റവും വലിയ ക്രിമിനൽ അഡ്വക്കേറ്റായ സേതുരാം അയ്യർ പോലും അറ്റൻഡ് ചെയ്യാൻ മടിച്ച കേസാണത്. സമ്മതിച്ചിരിക്കുന്നു. ദാറ്റ്സ് മൈ പ്രൊഫഷൻ. മനസ്സിലായി കുട്ടി. പക്ഷേ കുട്ടിയുടെ ഭാവിക്ക് അത് ദോഷം ചെയ്യുമല്ലോ. എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? അല്ല, എനിക്കിഷ്ടമില്ലാത്തത് ചെയ്യുന്നവരോട് ഞാൻ അല്പം ഇഷ്ടക്കേട് കാണിച്ചെന്ന് വരും. ഈ കേസിൽ തൊഴിലാളികൾക്ക് വേണ്ടി നിങ്ങൾ ഹാജരാവരുത്. അത് പറയാൻ നിങ്ങൾ ആരാ? തൊഴിലാളികൾക്ക് വേണ്ടി കേസ് വാദിച്ച് ഷൈൻ ചെയ്യാൻ നോക്കുകയാണോ? പ്ലീസ്, നിങ്ങൾ ഇറങ്ങിപ്പോണം. ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ദേ, ഞാനൊരു കാര്യം പറയാം. അറിയാവുന്ന 4 പേരോട് നമ്പ്യാർ ആരാണെന്ന് ചോദിച്ചു മനസ്സിലാക്ക്. എന്നോടൊന്ന് ആലോചിക്കാമായിരുന്നില്ലേ? അതിനു മുമ്പ് നമ്പ്യാരെന്തിനാ ചാടിക്കേറി അവളുടെ അടുത്ത്? തനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇക്കാര്യത്തിൽ? കേട്ടിടത്തോളം രാധി ഒരു നല്ല ലോയറാണ്. ഒരു കാര്യവുമില്ല. FIR ഞാൻ കണ്ടതാ. അവർക്കൊരു പഴുതുമില്ല. എന്നാലും ഈ കേസിൽ നിന്ന് രാധിയെ പിന്മാറ്റുന്നതാ ബുദ്ധി. അവൾ എന്റെ അനന്തരവളാ. ഞാൻ പറഞ്ഞാൽ അവൾ അനുസരിക്കും. ചെക്ക്. ചെക്ക്. യു. രണ്ടുപേരും മത്സരിച്ചുള്ള കളിയാണല്ലോ. ഏയ്, വെറുതെ ഒരു നേരം പോക്ക്. അത് നന്നായി. പിന്നെ പഠിത്തമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? ഉറക്കി നടക്കുന്നുണ്ടോ? പിന്നെ വിമൻസ് കോളേജ് ആയതുകൊണ്ട് സമരവും ബഹളവും ഒന്നും ഉണ്ടാവില്ലെന്നൊരു സമാധാനമുണ്ട്. അത് വെറുതെ അങ്കിൾ. ബഹളം ഉണ്ടാക്കാനും ഉഴപ്പാനും ഞങ്ങൾ മോശമൊന്നുമല്ല. ശ്രീദേവിയെ കണ്ടിട്ട് ദിവസങ്ങളായല്ലോ അങ്കിൾ. അവൾ ഏതു നേരവും ഹോസ്പിറ്റലും രോഗികളുമായി നിന്ന് കറങ്ങുകയല്ലേ. വിശ്വനാഥൻ ഓഫീസിലേക്ക് പോയി. പിന്നെ രാധികയോട് ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇറങ്ങിയത്.
അതിനെന്താ അങ്കിൾ, സംസാരിക്കാലോ. ആ നമ്പ്യാര് മോളെ കാണാൻ വന്നിരുന്നല്ലോ. അതെ. നമ്പ്യാരോട് അത്രയങ്ങ് മുറിച്ചു പറയേണ്ടിയിരുന്നില്ല. അങ്കിൾ എന്താ ഈ പറയുന്നത്? എന്റെ പ്രൊഫഷണൽ ഇന്റഗ്രിറ്റി അല്ലേ അയാൾ ചോദ്യം ചെയ്തത്? ആയിരിക്കാം. 10 കാശ് കയ്യിലുള്ളതിന്റെ അഹങ്കാരം അയാൾക്കില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് എന്റെ ഒരു അഭ്യർത്ഥനയായിട്ട് കരുതിയാൽ മതി. മോൾ ഈ കേസിൽ നിന്നും പ്ലീസ് അങ്കിൾ, എന്നെ നിർബന്ധിക്കരുത്. സ്വന്തം ലോറി തീ വെച്ച് നശിപ്പിക്കുക, എന്നിട്ട് സമരം ചെയ്യുന്ന തൊഴിലാളികളുടെ മേൽ കുറ്റം ആരോപിക്കുക, എത്ര ചീപ്പാണ് ഇതൊക്കെ. ആണ്, സമ്മതിച്ചു. തൊഴിലാളികൾക്ക് വേണ്ടി ഹാജരാകാൻ ഈ ബാറിൽ ഒരു വക്കീലും തയ്യാറായില്ല. ആ സേതുരാമയ്യർ പോലും. നമ്പ്യാരുടെ അനിഷ്ടം സമ്പാദിക്കണ്ട എന്ന് കരുതിയാവാം. രാധികയ്ക്കും അത് ചെയ്യാമായിരുന്നില്ലേ? അങ്കിൾ ഇങ്ങനെ സംസാരിക്കരുത്. നമ്പ്യാരുടെ കാശുകൊണ്ട് മാത്രമാണോ അങ്കിൾ MLA ആയത്? ആ തൊഴിലാളികളുടെ വോട്ട് കൂടിയില്ലേ? ഞാനൊരു വാദപ്രതിവാദത്തിന് വന്നതല്ല. നമ്പ്യാരുടെ കാര്യത്തിൽ എനിക്കൊരല്പം താല്പര്യമുണ്ട്. അതൊന്ന് പറയാനാ ഞാൻ വന്നത്. രാധികയ്ക്ക് ഇഷ്ടം പോലെ ചെയ്യാം. അങ്കിൾ, ഈ കാര്യത്തിൽ അങ്കിൾ എന്നോട് ക്ഷമിക്കണം. ഇതിൽ ക്ഷമിക്കാൻ എന്തിരിക്കുന്നു? രാധയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയൊരു സഹായം, ഐ മീൻ ഒരു അഡ്ജസ്റ്റ്മെന്റ്, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ ഇറങ്ങുന്നു. അങ്കിളിന് എന്നോട് വല്ലാത്ത ദേഷ്യവും. എന്തോ എനിക്കങ്ങനെ പറയേണ്ടി വന്നു. രാധിക അത് സാരമാക്കണ്ട. എന്നാലും ആ നമ്പ്യാരാ എല്ലാത്തിനും കാരണം. അച്ഛനാണെങ്കിൽ അങ്ങേരെ വിട്ട് ഒരു കാര്യവും. അങ്ങേര് പറയുന്നതാ അച്ഛന് വലുത്. സത്യത്തിൽ അങ്കിളിനോട് എനിക്ക് സിമ്പതിയാ. എന്തിനാ അങ്കിൾ ആ നമ്പ്യാർക്ക് വേണ്ടി ഇങ്ങനെ? എനിക്കറിയില്ല. പുള്ളിയുടെ ധാരണ ഈ ലോകം മുഴുവൻ അങ്ങേരുടെ കസ്റ്റഡിയിലാന്നാ. കുമാരേട്ടൻ പറയാറുണ്ട് ആ നമ്പ്യാരെ അച്ഛനെ നശിപ്പിക്കുന്നതെന്ന്. കുമാരനും അങ്കിളുമായിട്ട് വേറെ ഉടക്കൊന്നുമില്ല, എന്നാലും അത്ര സ്വരച്ചേർച്ചയിലല്ല. അപ്പൊ ശ്രീദേവിയുടെ കാര്യത്തിൽ അങ്കിള് വാശി പിടിക്കില്ലാന്ന് തോന്നുന്നു. പിന്നെ എന്തിനാ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത്? പോട്ടെ. Advocate Radhika Vishwanath, I like this name because you are charming. But നമ്പ്യാരോട് കളി വേണോ? അതൊരു ഒടുക്കത്തെ കളിയാ. നിങ്ങൾ മാഡത്തിനെ പോലെ തന്നെ, പക്ഷെ ഒരു വ്യത്യാസം. നിങ്ങൾ കോടതിയിൽ കക്ഷികൾക്ക് വേണ്ടി വാചകം വിളിക്കുന്നു, ഞങ്ങൾ പുറത്ത് കക്ഷികൾക്ക് വേണ്ടി പെരുമാറുന്നു. അത്രേ ഉള്ളൂ. ഇതൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് മാത്രം. പറ. ഏതോ റൗഡികൾ വന്നെന്ന് വരട്ടെന്ന് വിചാരിച്ച് താൻ ഇത്ര നെർവസ് ആയാലോ? ഇതൊക്കെ നമ്പ്യാരുടെ ഓരോ നമ്പറുകളല്ലേ? ഒരു സാധാരണ കേസ്. അതിലേറെ പ്രാധാന്യമൊന്നും ഞാൻ ഇതിന് കരുതിയിട്ടില്ലായിരുന്നു. എന്നാ ഇപ്പൊ മനസ്സിലായല്ലോ, ഇതൊരു സാധാരണ കേസല്ല. നമ്പ്യാർ ഒരു ബിസിനസ് മാഗ്നറ്റാ, പോരാത്തന് ഒരു പൊളിറ്റിക്കൽ കിങ് മേക്കർ. പല മുഖങ്ങളുണ്ട് നമ്പ്യാർക്ക്. അത് വലിച്ചു കീറി നാട്ടുകാർക്ക് കാണിക്കാൻ ഇതൊരു സുവർണാവസരമാണ്. ദിസ് ഇസ് എ സോഷ്യൽ കമ്മിറ്റ്മെന്റ്. എനിക്കതിന് കഴിയൂ? കഴിയും, കഴിയണം. രാധികയോടൊപ്പം ഞാനില്ലേ? ആ, ഇതാര്? ഇരിക്കെ. അച്ഛൻ മറന്ന വഴി മോളെങ്കിലും ഓർത്തല്ലോ. അച്ഛനും കുമാരേട്ടനും 2 ധ്രുവങ്ങളിലേക്ക് അകലുകയാണ്. ഇടയിൽപ്പെട്ട് ധർമ്മസങ്കടം അനുഭവിക്കുന്നവൾ ഞാനും. ശേഖരേട്ടനോട് എനിക്ക് യാതൊരു വിരോധവും ഇല്ല. പിന്നെ പാർട്ടിയിൽ എന്നും ഞാൻ ശേഖരേട്ടൻ്റെ ഒരു വിമർശകനാണ്. അതൊന്നും പറഞ്ഞാൽ ശ്രീദേവിക്ക് മനസ്സിലാവില്ല. ശരിയാ, എനിക്കൊന്നും അറിയില്ല. ശ്രീദേവിക്ക് അറിയോ, MLA ശേഖരക്കുറുപ്പിനെ പണ്ട് നാട്ടുകാർ വിളിച്ചിരുന്നത് പാട്ടശേഖരൻ എന്നായിരുന്നു. പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട നാളുകൾ. അന്ന് ശേഖരേട്ടനായിരുന്നു ശ്രീദേവി എൻ്റെ മനസ്സിലേക്ക് തള്ളിവിട്ടത്. സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാനുള്ള ഓട്ടത്തിനിടയിൽ
ശേഖരേട്ടൻ പലതും മറന്നു. ശ്രീദേവിക്ക് മറക്കാമായിരുന്നു. മറക്കാമായിരുന്നു, പക്ഷേ വേണ്ട, പറയുന്നില്ല. ശ്രീദേവി, യൂണിയൻ ഓഫീസിൽ നിനക്ക് എന്താ കാര്യം? അത് നിനക്കൊരു സ്റ്റാറ്റസ് ഉണ്ട്, മാന്യമായ ഒരു പ്രൊഫഷനും. ഒരു പീറ തൊഴിലാളി നേതാവിന്റെ ഭാര്യയാകാനുള്ളവളല്ല നീ. അന്ന് അച്ഛന് ഈ കുമാരേട്ടന്റെ സ്റ്റാറ്റസും മാന്യതയൊന്നും അറിയാമായിരുന്നില്ലേ? അതന്ന്. നീ ആരെ സ്വീകരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാ. മനസ്സിലായല്ലോ? വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് നമ്മളിവിടെ സമ്മേളിച്ചിരിക്കുന്നത്. വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിലാണ് പാർട്ടി സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടിക്ക് അകത്തും അത്ര സുഖകരമായ അവസ്ഥയാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ എന്ത് തന്നെ ആയാലും നമ്മൾ പരസ്പരം കൂടിയിരുന്ന് ചർച്ച ചെയ്ത് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഈ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മിസ്റ്റർ കുമാരൻ വിശദീകരിക്കണം. വിശദീകരിക്കാൻ തുടങ്ങിയ ഇപ്പോഴെങ്ങും തീരില്ല. എണ്ണി എണ്ണി പറയാൻ ഏറെയുണ്ട്. കഴിഞ്ഞ 3 മാസക്കാലമായി പിരിച്ചുവിടലിനെതിരായി തൊഴിലാളികൾ സമരം ആരംഭിച്ചിട്ട് തൊഴിൽ വകുപ്പ് മന്ത്രിയോ സ്ഥലം MLA ഒട്ടും അനുഭാവപൂർവമായ നിലപാടല്ല സ്വീകരിച്ചിട്ടുള്ളത്. വാസ്തവ വിരുദ്ധമായ ഇത്തരം പരാമർശങ്ങൾ ഒഴിവാക്കണം. സത്യം പറയുമ്പോൾ മുഖം ചൊളിച്ചിട്ട് കാര്യമില്ല. താനൊരുമാതിരി പോക്കരത്തരം പറയരുത്. കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കണം. ഇല്ലെങ്കിൽ താൻ എന്തോ അവന്റെ ഒരുമാതിരി അവിടെ ഇരിക്കും കുറുപ്പേ. ഇതെന്തായാലും കൂടി തമ്മിൽ നശിക്കാനാ ഭാവം. 10 കൊല്ലം പ്രതിപക്ഷത്ത് ഈച്ചയായിട്ടിരുന്നവരാ നമ്മള്. ലോട്ടറി കിട്ടിയ മാതിരി വീണ് കിട്ടിയ ഭരണാണിത്. അലവലായത്തരം കാണിച്ച് ഇതെല്ലാം കൂടി തോട്ട് കളയാനാണ് ഭാവം വെച്ചാലേ ആ പഴയ പണി തന്നെ ആയിരിക്കും. ഞാൻ അന്നേ പറഞ്ഞതാ, ഈ ഏടാകൂടം പിടിച്ച തൊഴിൽ വകുപ്പ് എനിക്ക് വേണ്ടാന്ന്. വല്ല കൃഷിയോ സ്പോർട്സോ ഒക്കെ ആയിരുന്നെങ്കിൽ വലിയ ശല്യമില്ലാതെ കഴിയാമായിരുന്നു. തന്നോട് ആരാ അവിടെ അള്ളിപ്പിടിച്ചിരിക്കാൻ പറഞ്ഞത്? ആട്ടുന്നവരെ പിടിച്ച് നെയ്യാനാക്കി എങ്ങനെ ഇരിക്കും? നിങ്ങളെല്ലാവരും ഒന്ന് ശാന്തരാവൂ. പ്രശ്നപരിഹാരത്തിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്, അല്ലാതെ പിന്നും പ്രശ്നം ഉണ്ടാക്കാനല്ല. ഈ പ്രശ്നം ഇങ്ങനെ ഒന്നും പരിഹരിക്കാനാവില്ല. പിന്നെങ്ങനെയാ? അത് നിങ്ങൾ ആലോചിക്കണം. വാ. എന്താ ഇത്? കുറുപ്പെങ്കിലും കുറച്ച് പക്വത കാണിക്കണ്ടേ? പക്വത ഇല്ലാഞ്ഞിട്ടല്ല സുലൈമാനെ, അവന്റെ ഒരുമാതിരി മുനവച്ചുള്ള സംസാരം ഉണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ എനിക്ക് ചൊറിഞ്ഞോണ്ടാ വരുന്നത്. അതിരിക്കട്ടെ, ഈ സമരം ഒന്ന് തീർക്കാൻ കീരിപ്പാർക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ? ഇവിടെ നമ്മൾ 3 പേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പറയുക, നമ്പ്യാരെ വെറുപ്പിച്ച് സമരം ഒത്തുതീർപ്പിലെത്തിക്കാമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? 3 ലക്ഷം വീതം ഓരോരുത്തരും എണ്ണിക്കൊടുത്ത നമ്പ്യാര് 10 MLA കാല് മാറ്റിച്ചത്. വേണമെങ്കിൽ നമ്മുടെ പക്ഷത്തിലുള്ള 20 പേരെ ചാക്കി കയറ്റാൻ നമ്പ്യാർ വിചാരിച്ചാൽ ഇന്ന് സാധിക്കും. അത് മറക്കരുത്. പറഞ്ഞത് ശരിയാ. ഒതുക്കറുള്ള ഒരു 5-6 എണ്ണം ഇപ്പൊ തന്നെ നമ്മുടെ കൂടെയുണ്ട്. തലനാരിടയുടെ ഭൂരിപക്ഷമാണ് മന്ത്രിസഭയ്ക്കുള്ളത്. 3 പേരുടെ അറ്റു വീഴാൻ എളുപ്പമാണ്. ഒരു കുമാരന് വേണ്ടി ഭരണം വിടുക എന്ന് പറഞ്ഞാൽ ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല കുറുപ്പേ. തൊഴിലാളികളുടെയും യുവജനങ്ങളുടെ ഇടയിൽ കുമാരന് ഭയങ്കര സ്വാധീന. കുമാരനെ പണിക്കാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് പാർട്ടിയുടെ അടിത്തറയാ. നമ്പ്യാരെ പണിക്കാൽ വീഴുന്നത് മന്ത്രിസഭയും. ഇതിലേത് വേണമെന്ന് നിങ്ങൾ തന്നെ പറ. ഒരുമാതിരി വിവരക്കേട് പറയരുത്. ഭാര്യയുടെ വീതം വിറ്റ് കിട്ടിയ 5 ലക്ഷം എണ്ണി തന്നിട്ടാ നിങ്ങൾ ഈ മന്ത്രിപദം എനിക്ക് തന്നത്, അല്ലാതെ ആരുടെ ഓശാരം കൊണ്ടൊന്നുമല്ല. ആ കസേരയിലൊന്ന് അമർന്നിരിക്കാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പ് ചാടിക്കേറി വേണ്ടാതിനും വല്ലത് കാണിച്ചാലുണ്ടല്ലോ. ഇവൻ ആരടാ? ഇന്നലെ വരെ പന്തലിന് കുഴിയും കുഴിച്ച് നടന്നവനാ. ഇന്ന് മന്ത്രിയായപ്പോ വലിയ സുജായി. അളിയ, എന്താടാ? വക്കീലും അനിയത്തിയും. ഇത്തിരി പ്രസാദം തരാമോ? പ്രസാദം പ്രസാദം. See, what do you get by troubling me like this? കൊച്ചമ്മ ഇംഗ്ലീഷ് പറഞ്ഞ് പേടിപ്പിക്കുന്നു. ഇതൊരു തരം ബോറാ.
എന്നാര് പറഞ്ഞു? പീറ്റർ, നമ്മൾ എന്തിനാ അവരോട്? നിനക്കെന്താ അവരോട് ഇത്ര സിമ്പതി? അളിയ, സിമ്പതി അല്ലടാ, പ്രേമം. പ്രേമം? വക്കീലിന്റെ അനിയത്തി പെണ്ണിനോട്. അതേ പ്രേമമാ. അതിന് നിനക്കെന്ത് വേണം? ഡാ കള്ള. വാ വാ. വല്ലാത്തൊരു ബോറന്മാര്. ഞാൻ ആകെ പേടിച്ചു പോയി. ഇതുപോലെ ഒരുപാട് വേലകൾ നമ്പ്യാരുടെ കയ്യിലുണ്ട്. അതൊക്കെ പോട്ടെ, ഒരു നമ്പ്യാര്. തൽക്കാലം നമ്പ്യാരും കേസ് വിട്ട് നമുക്ക് മാറ്റിവെക്കാം. സാറിന് വേറെ ജോലിയില്ലേ? ദേ, ഒരുമാതിരി പോക്കർത്തരം കാണിക്കരുത്. വല്ലപ്പോഴും കൂടിയാ എനിക്ക് ഈ റൊമാൻറ്റിക് മൂഡൊക്കെ വരുന്നത്. താനല്ലേ അത് കീപ്പ് ചെയ്യേണ്ടത്? വക്കീൽ സാറേ, ഒന്നും മയത്തിലൊക്കെ പെരുമാറ്. ഞാനൊരു പാവം ഭർത്താവല്ലേ. കരളി മോഹങ്ങൾ നിറഞ്ഞു, കഥനക്കാർ മേഘം ഒഴിഞ്ഞു, അഭയം തേടി അലയും നേരം തിരയൊഴിയാത്ത കടലിൽ ദിനരാത്രം അവസാനം കര തേടി കണ്ട മോദം. ദിനരാത്രം അവസാനം ഒരു കര തേടി കണ്ട മോദം. കരളിൽ മോഹങ്ങൾ നിറഞ്ഞു, കഥനക്കാർ മേഘം ഒഴിഞ്ഞു, അഭയം തേടി അലയും നേരം തിരയൊഴിയാത്ത കടലിൽ ദിനരാത്രം അവസാനം കര തേടി കണ്ട മോദം. ദിനരാത്രം അവസാനം കര തേടി കണ്ട മോദം. കരളിൽ മോഹങ്ങൾ നിറഞ്ഞു, കഥനക്കാർ മേഘം ഒഴിഞ്ഞു. തന്താനേ തന്താനേ താനേ തന്താനേ, തന്താനേ തന്താനേ താനേ തന്താനേ, തന്താനേ താനേ താനേ തന്താനേ, തന്താനേ താനേ താനേ തന്താനേ, തന്താനേ തന്താനേ താനേ തന്താനേ, തന്താനേ തന്താനേ താനേ തന്താനേ. പൂപോലെ തേൻ പോലെ എന്നുള്ളിലതി പാകി, മോഹവും തന്നു ദാഹവും തന്നു, മോഹവും തന്നു ദാഹവും തന്നു. ഒരു ഭാവമായി താളമായി അലിയുന്ന ഗാനം നീ. കരളി മോഹങ്ങൾ നിറഞ്ഞു, കഥനക്കാർ മേഘം ഒഴിഞ്ഞു. രാരീരോ രാരീരാരോ, രാരീരോ രാരീരാരോ, രാരീരോ രാരീരാരോ, രാരീരോ രാരീരാരോ. ദിനരാത്രം അവസാനം കര തേടി കണ്ട മോദം. ദിനരാത്രം അവസാനം ഒരു കര തേടി കണ്ട മോദം. കരളിൽ മോഹങ്ങൾ നിറഞ്ഞു, കഥനക്കാർ മേഘം ഒഴിഞ്ഞു.
10 തൊഴിലാളികളെ കോടതി വെറുതെ വിട്ടെന്ന് പറഞ്ഞ് തനിക്കിങ്ങനെ ടെൻഷൻ ആയാലോ? പ്രശ്നം അതല്ലടോ കുറുപ്പേ, ആ ചെറ്റയുടെ മുമ്പിൽ തല കുനിക്കേണ്ടി വന്നതാ. അതിലെനിക്കും വിഷമമില്ലാതില്ല. ഒന്നുമില്ലെങ്കിലും അവൾ എന്റെ വാക്കിനെങ്കിലും മരുമകളുടെ ഗുണം കണ്ടല്ലോ. അതൊരടഞ്ഞ അധ്യായമാണ്. ആദ്യം അവനെ ഒരു പാഠം പഠിപ്പിക്കണം, ആ കുമാരനെ. ഒരു നേതാവ്. ദേ, കുമാരന്റെ കാര്യത്തിൽ നമ്പ്യാർ എടുത്തിയാടരുത്, അത് അപകടമാവും. അവൻ എന്റെ പാർട്ടിയോട് കൂറുള്ള യൂണിയന്റെ നേതാവാണ്. പാർട്ടിയിലാണെങ്കിൽ അവന് നല്ല സ്വാധീനവുമുണ്ട്. താനും പോക്കാടോ കുറുപ്പേ, തന്നെ വിശ്വസിക്കാനേ കൊള്ളില്ല. കുമാരനും അവന്റെ തന്തയൊന്നുമല്ല. ഞാൻ ആ ലക്ഷങ്ങൾ വാരിക്കോരി ചെലവഴിച്ച് തന്നെ MLA ആക്കിയത്. തന്റെ ജീവിതം പോലും എനിക്ക് കടപ്പെട്ടതാ. നമ്പ്യാരെ? അതെ, നമ്പ്യാരെ തന്നെ. എല്ലാ പട്ടികളെയും എനിക്കറിയാം. തന്നെ എന്നെ നോവിച്ചവനെ നിങ്ങൾ ഈ കൊലത്തിൽ എങ്ങോട്ടാ വിടുവനെ? എവിടെയാടാ അവള്, തന്റെ കെട്ടിയോള്? ഈ നമ്പ്യാരുടെ തത്സ്വരൂപം അവള് കണ്ടിട്ടില്ല. ദശാവതാരങ്ങളിൽ ഒന്നായിരിക്കും ഇതല്ലേ? അതേടാ, ഈ അനന്തൻ നമ്പ്യാർക്ക് 10 അല്ല 100 അവതാരമാ. കാണണോ നിനക്ക്? നീ ആരാടി? ഈ ലോകത്തെ രക്ഷിക്കാൻ വന്ന പുണ്യാളത്തിയോ? നമ്പ്യാരെ, 2 സ്മോളും പിടിപ്പിച്ച് നിങ്ങളുടെ വീട്ടിൽ വന്ന് ഇതിനേക്കാൾ മോശപ്പെട്ട ഒരു സീൻ ഉണ്ടാക്കാൻ എനിക്കും കഴിയും. ഇതൊന്നും വലിയ കഴിവല്ല. ഓടാ, എന്നെ പഠിപ്പിക്കാൻ താനാരാ? വീട്ടിൽ വന്നവൻ അവൻ എത്ര പീറയാണെങ്കിലും അടിച്ചിറക്കുന്നത് മോശമാണ്. എനിക്കത് ചെയ്യേണ്ടി വരും. എന്നാ തന്റെ ഊറ്റൊന്നും കാണട്ടെ. നമ്പ്യാരെ, നിങ്ങൾ എന്താ കാണിക്കുന്നത്? ഞാൻ അന്നേ പറഞ്ഞതല്ലേ, വരൂ. വരൂന്ന്. ഓടോ, ഇഷ്ടമാണ്. ഇത് നമ്പ്യാരുടെ വേറൊരു നമ്പരാ. പ്രിയ തൊഴിലാളി സഖാക്കളെ, സതേൺ ടൈൽസിലെ തൊഴിലാളികൾ ജോലി സ്ഥിരതയ്ക്കും അന്യായമായ പിരിച്ചുവിടലുമെതിരെ നടത്തുന്ന സമരം 3 മാസം പിന്നിട്ടിരിക്കുകയാണ്. തൊഴിലാളികളുമായി യാതൊരു അനുരഞ്ജനത്തിനും നമ്പ്യാർ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, പകപോക്കിയും തൊഴിലാളികളുടെ മേൽ കള്ളക്കേസ് ചുമത്തിയും പ്രതികാര നടപടികളുമായാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഈ ഘട്ടത്തിൽ യൂണിയൻ സമരം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി അനന്തൻ നമ്പ്യാരുടെ ഉടമസ്ഥതയിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലെയും തൊഴിലാളികൾ നാളെ മുതൽ ഒരു അനിശ്ചിതകാല സമരത്തിന് തയ്യാറെടുക്കുകയാണ്. എന്ത് വില കൊടുത്തും ഇത് വിജയിപ്പിക്കാൻ നാം പ്രതിജ്ഞാബദ്ധരാണ്. നാളെ മുതൽ ഒരു അനിശ്ചിതകാല സമരത്തിന് നേതാവ് ഒരുങ്ങുകയാണല്ലേ?
ശ്രീദേവി, കുമാരന് ബോധം തെളിയാൻ ഒരല്പസമയമെടുക്കും. തലയ്ക്ക് സാരമായ പരിക്കുണ്ട്. എന്നാലും ക്രിട്ടിക്കൽ സ്റ്റേജ് കഴിഞ്ഞു. ബോധം തെളിയാൻ കുറച്ചുകൂടി നേരമെടുക്കുമെന്നാ ഡോക്ടർ പറയുന്നത്. ഇൻസ്പെക്ടർ, കുമാരൻ ആക്രമിക്കപ്പെട്ടതിന്റെ പിന്നിൽ അനന്തൻ നമ്പ്യാരെ കൈകളാണുള്ളത്. സമൂഹത്തിൽ മാന്യതയോടെ ജീവിക്കുന്നവരെ ഇമാതിരി കേസുകളിലേക്ക് എന്തിനാ മിസ്റ്റർ വലിച്ചിരിക്കുന്നത്? നമ്പ്യാരെ മാന്യനാക്കാനുള്ള ശ്രമത്തിനിടയിൽ ഇൻസ്പെക്ടർ സ്വയം ചീപ്പാവരുത്. അനന്തൻ നമ്പ്യാരെ പ്രതിയാക്കി കേസെടുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കുമാരന് പരാതി ഉണ്ടെങ്കിൽ അയാൾ എഴുതി തരട്ടെ, അപ്പോ പരിശോധിക്കാം. ഇക്കണക്കിന് മരിച്ചവൻ ശവക്കുഴിയിൽ നിന്ന് എണീറ്റ് വന്ന് പരാതി എഴുതി തന്നാലേ അന്വേഷിക്കുള്ളൂ എന്ന് പറയുമല്ലോ. താൻ ആരോടെ ഇതൊക്കെ പറയാൻ? ഇൻസ്പെക്ടർ സാറേ, നിങ്ങൾ ഇട്ടിരിക്കുന്ന ഈ ഉടുപ്പുണ്ടല്ലോ, എന്നെ പോലുള്ളവരുടെ നികുതി പണത്തിന്റെ ഭാഗമാ. പിന്നെ മാസാമാസം എണ്ണി വാങ്ങിക്കുന്നത്. ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. ഇതൊക്കെ സ്വന്തം വീട്ടിൽ ഭാര്യയോട് മതി. കുമാരനെ തല്ലിക്കൊന്നാൽ സമരം പൊളിയുമെന്ന പാഴ്ബുദ്ധി നമ്പ്യാരുടെയോ കുറുപ്പിന്റെയോ അതറിയാനാ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇവര് വന്നത് മനസ്സിലായി. താനേത് വകുപ്പിലാ? വകുപ്പ് ഏതുമാകട്ടെ, കുമാരനെ തല്ലിയത് നമ്പ്യാരാണെന്ന് ഞങ്ങൾക്കറിയാം. അതിന് പകരം ചോദിക്കാൻ വന്നതാണല്ലേ? മനസ്സിലായി. പിന്നെ കുമാരനെ തല്ലിയവർ ലോക്കപ്പിലുണ്ട്. സ്റ്റേഷനിൽ ചെന്ന് കാണാം. സംശയിക്കണ്ട, എന്റെ ആളുകളൊന്നുമല്ല. നിങ്ങളുടെ യൂണിയന്റെ ഒരു പ്രവർത്തകനുണ്ടല്ലോ, എന്താ അവന്റെ പേര്? ആ, ദിവാകരൻ. അവനാ നേതാവിനെ തല്ലിയത്. അവൻ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. നുണ, വെറും നുണ. നമ്പ്യാരെ ഞങ്ങളെ വിഡ്ഢികളാക്കരുത്. ഞാൻ ആരെയും ആക്കിയിട്ടില്ല. നിങ്ങളെ വിഡ്ഢികളാക്കി കുമാരൻ. ദിവാകരൻ എന്തിനാ കുമാരനെ തല്ലിയതെന്നറിയണ്ടേ? വേറൊന്നിനുമല്ല. ദിവാകരൻ ഇല്ലാത്ത രാത്രിയിൽ അവന്റെ വീട്ടിൽ കയറി ചെന്ന ദിവാകരന്റെ ഭാര്യയെ കുമാരൻ... നമ്പ്യാരെ, ഒച്ച വയ്ക്കുന്ന നാറ്റക്കേസാ. ദിവാകരന്റെ ഭാര്യ ഹോസ്പിറ്റലില്ല. ഒരു നേതാവിന്റെ ജീവനിൽ ഉത്കണ്ഠ പ്രകടിപ്പിച്ച് ആശുപത്രി പഠിക്കൽ കാവൽ നിന്ന് നിങ്ങൾക്ക് ഒരു സഹപ്രവർത്തകന്റെ ഭാര്യയുടെ അവസ്ഥയൊന്നും അന്വേഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഛേ, നാണക്കേട്. അവൾ മൊഴി കൊടുത്തു. കുമാരനെ കാത്തിരിക്കുക പോലീസ്. ആശുപത്രിയിൽ നിന്ന് നേരെ തറവാട്ടിലേക്കാ. നമ്പ്യാരെ, ഈ കള്ളക്കഥ ഞങ്ങൾ വിശ്വസിക്കണോ? ഇവിടെ കിടന്ന് കുറയ്ക്കാതെ നാറിത്തരം കാണിച്ച ആ ചെറ്റയ്ക്ക് 2 എണ്ണം കൊടുക്കണോ പോയി? എന്തിനാ നമ്പ്യാരെ ഇതൊക്കെ? ഒരു ചെറിയ തൊഴിൽ പ്രശ്നം, അതാണ് ഈ പരുവത്തിലെത്തിച്ചത്. ആ കുമാരന്റെ പേരിൽ ഇത്രയും വലിയ അപരാധം വെച്ച് കെട്ടണമായിരുന്നു. വേണം. മുള്ളിനെ മുള്ളുകൊണ്ട്. എന്നെ തോൽപ്പിക്കാൻ ഇറങ്ങിയതല്ലേ? തോൽക്കുന്നത് ആരാന്ന് കണ്ടോ കുറുപ്പേ? ഇപ്പൊ കുമാരൻ, പിന്നെ ആ പെരട്ട വക്കീൽ രാധിക വിശ്വനാഥൻ. തനിക്കൊരു പക്ഷേ ഇതൊരു പ്രശ്നമാവില്ല. നമ്പ്യാരെ, നമ്പ്യാരുടെ കൂടെ നിന്നവനാണ് ഞാൻ എന്നും. പാർട്ടിക്കകത്തും ജനങ്ങൾക്കിടയിലും എന്റെ ഇമേജ് നഷ്ടപ്പെട്ടാൽ അതിന് എന്ത് ഇമേജ് ആടോ തനിക്ക്? നമ്പ്യാരുടെ പെട്ടിയിലെ കാശ്, ആ കാശിന്റെ ബലത്തിലാടോ തന്റെ പേരിന്റെ പുറകിൽ കൂട്ടിക്കെട്ടിയ ആ വാലുണ്ടല്ലോ, MLA. പിന്നെ എന്നെ കൊണ്ട് വേണ്ട, പഴയതൊന്നും ഓർമ്മിപ്പിക്കണ്ട. തെറ്റുകാരൻ ഞാനാണ്. നിലനോക്കി നീന്തണമായിരുന്നു, ചെയ്തില്ല. തന്റെ കുരുക്കിൽ നിന്നും ഇനി എനിക്ക് രക്ഷപ്പെടാനാവില്ല. ആ, ഇപ്പൊ മനസ്സിലായോ കളിയെറിഞ്ഞ നമ്പ്യാര് കളത്തിലിറങ്ങുന്നതെന്ന്? നമ്പ്യാരെ, തനിക്ക് വേണ്ടി എന്റെ ഒരേ ഒരു മകളുടെ ഇഷ്ടത്തെ പോലും മറികടക്കാൻ ശ്രമിച്ചവനാണ് ഞാൻ. തന്നോടുള്ള ബാധ്യത, അവിടെ ഞാൻ മകളോടുള്ള എന്റെ കടമ മറന്നു. ഇപ്പോൾ ഞാൻ യാചിക്കുകയാണ്, ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിടൂ. അതെങ്ങനാടോ? ഞാനിപ്പോ ഒരു അംഗപ്പുറപ്പാടിലല്ലേ? കുറുപ്പ് എനിക്കൊരു തേരാളിയെ പോലെയാ. അതെ, ആദ്യം അറ്റു വീഴുന്ന തല തേരാളിയുടേതാണല്ലോ. അവിടെയും നമ്പ്യാർ രക്ഷപ്പെടും. നിനക്ക് ഓർമ്മയുണ്ടാവില്ല, ഭാരതി മരിക്കുമ്പോ 5 വയസ്സാ നിനക്ക്. മരണക്കിടക്കയിൽ കിടന്ന് അവൾ എന്നോട് ഒന്നേ പറഞ്ഞുള്ളൂ, നമ്മുടെ മോൾ ദുഃഖിക്കാനിടയാവരുതേ എന്ന്. ഒരു പുനർവിവാഹത്തിന് ബന്ധുക്കളും സുഹൃത്തുക്കളും നിർബന്ധിച്ചു. ഒരുപാട്.
മനസ്സ് വന്നില്ല. ഭാരതിക്ക് നൽകിയ വാക്ക് പാലിക്കാൻ കഴിയുമോ എന്ന പേടി. ഒറ്റയ്ക്ക് ജീവിച്ചു. ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് കുതിക്കുമ്പോഴും ലക്ഷ്യം നിന്റെ ഭാവി മാത്രമായിരുന്നു. എന്തിനാ അച്ഛാ ഇപ്പൊ ഇതൊക്കെ? ഒരിക്കലാണെങ്കിലും നിന്റെ മനസ്സ് വേദനിപ്പിച്ചതിന്റെ കുറ്റബോധം. മോള് അച്ഛനോട് ക്ഷമിക്കണം. കുമാരൻ സ്നേഹമുള്ളവനാണ്. എനിക്ക് ഉറപ്പുണ്ട് അവൻ ഒരിക്കലും മോളെ വേദനിപ്പിക്കില്ല. എന്റെ മോൾക്ക് നല്ലതേ വരൂ. അച്ഛാ അച്ഛാ എണീറ്റേ, നേരെ ഒരുപാടായി. അച്ഛാ 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 വെറും ഒരു കുറ്റബോധം മാത്രമാണ് അങ്കിളിനെ മരണത്തിന് പ്രേരിപ്പിച്ചെന്ന് ശ്രീദേവ് വിശ്വസിക്കുന്നുണ്ടോ? എനിക്കൊന്നും അറിയില്ല. ഒന്നും. ഒരായുസ് മുഴുവൻ ഓർമ്മിക്കാനുള്ള സ്നേഹവും വാത്സല്യവും നൽകിയിട്ട അച്ഛൻ കടന്നുപോയത്. അങ്കിൾ ജീവിച്ചിരുന്നാൽ നിന്റെ ഭാവിയെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രോബ്ലം, അങ്കിളിന്റെ ടെൻഷൻ അതായിരുന്നിരിക്കാം. ചുഴിഞ്ഞാലോചിക്കുമ്പോ അങ്കിളിനെ കുറിച്ച് എല്ലാം അറിയാവുന്ന ഒരാളേ ഉള്ളൂ, മിസ്റ്റർ നമ്പ്യാർ. വിശേഷം പറയുന്നത് സുഹൃത്തിന്റെ വേർപാടിൽ തളർന്ന മനസ്സുമായി ഇവിടെ നിന്ന് വിങ്ങിയ നമ്പ്യാർക്ക് ആ മുഖം മാത്രമല്ലെന്ന്. അപ്പോ അങ്കിളിന്റെ ടെൻഷൻ നമ്പ്യാരായിരിക്കും. നമ്പ്യാർ തീർത്ത കുരുക്കിൽ കിടന്ന് അങ്കിൾ പെടഞ്ഞിരിക്കാം. ആ കുരു കഴിച്ചു മാറ്റാനാവാതെ വന്നപ്പോൾ അങ്കിൾ മരണത്തിലേക്ക് സ്വയം എടുത്തു ചാടി. കുമാരനെ നാളെ കോടതിയിൽ ഹാജരാക്കും. ജാമ്യം എടുക്കണം. പാർട്ടിയിലെ താപ്പാനകളൊക്കെ കുമാരനെതിരാ. അതുകൊണ്ടാ പോലീസ് ആശുപത്രിയിൽ നിന്ന് തന്നെ കസ്റ്റഡിയിൽ എടുത്തത്. എന്താടോ ഈ ഒരു ചെറിയ കാര്യത്തിന് തന്റെ മനസ്സിങ്ങനെ പെടഞ്ഞാലോ? അതല്ല, ജീവിതത്തിൽ ആദ്യമാ ഇങ്ങനൊരു നാണം കെട്ട കേസിലെ പ്രതിയായി കോടതി മുറിയിൽ. ഛേ, തൊഴിലാളികൾക്ക് വീര്യം പകരേണ്ട നേതാവ് ഇങ്ങനെ ആയാലോ? ഒരുമാതിരി പെണ്ണുങ്ങളെ മനസ്സും കൊണ്ട് നടക്കാത്ത വണ്ടിയിലോട്ട് കയറി. വിഷം പൊയ്ക്കോളൂ, എനിക്കൊരാളെ കാണണം. കുമാര. അതേടാ കുമാരൻ തന്നെ, ജാമ്യത്തിൽ ഇറങ്ങി. നിന്റെ ഭാര്യ ഞാൻ അല്ലടാ പട്ടി. കുമാരൻ എന്നെ തല്ലരുത്. നമ്പ്യാർ എറിഞ്ഞു നിന്ന് നാണയത്തൊട്ട് കണ്ടപ്പോ കെട്ടിയ പെണ്ണിനെ വേറൊരുത്തൻ ചീത്തയാക്കി എന്ന് പറയാൻ. ഒരിക്കലും ഞാൻ ചീത്തയാക്കിയ പെണ്ണല്ലേ? ഒരു രാത്രിക്ക് ഇത് മതിയോ? അല്ല ഇനിയും വേണോ? പറടാ. ഒരബദ്ധം പറ്റിയതാ കുമാര. ബലാത്സംഗത്തിനിരയായ പെണ്ണുങ്ങൾക്ക് സർക്കാർ ഒരു സഹായധനം നൽകുന്നുണ്ട്. ചെന്ന് അതും കൂടെ വാങ്ങിച്ചിട്ടൊന്ന് കുടിക്കടാ നാറി. നമ്മുടെ സമരം ഈ അനിശ്ചിതാവസ്ഥയിൽ തുടരുമ്പോഴും ഒരു കൂടിയാലോചനയ്ക്ക് പോലും തയ്യാറാവാത്ത മുതലാളിയുടെ മർക്കടമുഷ്ടിക്കെതിരെ ഇനി നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ആലോചിക്കാനാണ് അടിയന്തരമായി യോഗം വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. ദിവസം ഇങ്ങനെ ഓരോ തീരുമാനങ്ങൾ എടുത്തോണ്ട് കാര്യമില്ല. ആർക്കു വേണ്ടിയാ ഈ സമരം? ന്യായമെന്ന് തോന്നുന്ന അവകാശങ്ങൾ നേടിയെടുക്കാനാണ് ഈ സമരം. പത്തി താഴ്ത്തി തോൽക്കാൻ നമ്മൾ തയ്യാറായാൽ അതിന്റെ ആഘാതം വലുതായിരിക്കും. എന്ന് വെച്ചാ തൊഴിലാളികളൊക്കെ പട്ടിണി കിടന്ന് മരിക്കണമെന്നായിരിക്കും. വീടും കുടുംബവും ഇല്ലാത്ത ഇയാൾക്കത് മനസ്സിലാവില്ല. പരസ്പരം വാദപ്രതിവാദം നടത്തിയതുകൊണ്ട് ഒരു കാര്യമില്ല. ഒന്ന് മനസ്സിലാക്കുക, നഷ്ടപ്പെടാൻ നമുക്കൊന്നുമില്ല.
നേടാനുള്ളത് വളരെ വലുതാണ്. അത് കുമാരനല്ലേ? എനിക്ക് നേടാനുള്ളത് തൊഴിലാളിയുടെ അന്തസ്സും മാന്യതയുമാണ്. അനന്ത നമ്പ്യാരുടെ എച്ചിലിന് വേണ്ടി ഞാൻ ഒരിക്കലും വാലാട്ടി നിന്നിട്ടില്ല. അനന്ത മുതലാളി കുമാരനും തമ്മിലുള്ള വാശി തീർക്കാൻ ഞങ്ങളെ കരുവാക്കരുത്. ദിവാകരൻ പറഞ്ഞതാ ശരി. മോനെ കുമാര, ഭാര്യയും കുട്ടികളും ഇല്ലാത്ത നിനക്ക് ചിലപ്പോ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞങ്ങൾ പാവങ്ങളാ. ജോസ്പേട്ട, ഞാൻ നിങ്ങളിൽ ഒരാളാ. നിങ്ങളെ ഞാൻ ഒരിക്കലും എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടില്ല. സമരം നിർത്തി നിങ്ങൾക്ക് വേണമെങ്കിൽ ജോലിക്ക് കയറാം. പക്ഷേ പിരിച്ചുവിടപ്പെട്ട 10 തൊഴിലാളികൾ, അവർക്കും കുടുംബമില്ലേ, കുട്ടികളില്ലേ? 10 തൊഴിലാളികൾക്ക് വേണ്ടി 100 തൊഴിലാളി കുടുംബങ്ങൾ ദുരിതം അനുഭവിക്കുക. ഇല്ല, ഞങ്ങൾ ഇനി സമരത്തിനില്ല. കുമാര, സാരമില്ല. സ്വന്തം രക്തത്തെയും വർഗത്തെയും തിരിച്ചറിയാത്തവരിൽ നിന്ന് നമ്മൾ തൽക്കാലം ഒറ്റപ്പെടുന്നു എന്ന് കരുതിയാൽ മതി. അകത്തേക്കാരും വിടരുന്ന പറഞ്ഞിരിക്കും. സാരമില്ല, ഞാൻ പത്രക്കാരനാ. സാർ, കുഴപ്പമില്ലെന്നേ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. മരിച്ച പെൺകുട്ടിയെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയോ സാർ? നിങ്ങൾക്ക് ഇതൊക്കെ ഒരു സെൻസേഷണൽ ന്യൂസ് ഉള്ള വകയായിരിക്കും. പക്ഷേ ഞങ്ങൾക്ക് തലവേദനയാ. ബുദ്ധിമുട്ടിക്കാൻ ചോദിച്ചല്ല. മറ്റൊന്നും തോന്നരുത്. നിങ്ങൾ പത്രക്കാർ മനോധർമ്മം അനുസരിച്ച് പലതും എഴുതും. അവസാനം മേലെയുള്ളവരോട് സമാധാനം പറയേണ്ടത് ഞങ്ങൾ പാവം പോലീസുകാരും. കൊലപാതകയെ കുറിച്ച് വല്ല? അതിനിത് കൊലപാതകമാണെന്ന് ആര് പറഞ്ഞു? ആത്മഹത്യയായിക്കൂടെ? ഇതാ ഞാൻ പറഞ്ഞത്. മനോധർമ്മം അനുസരിച്ചാണ് നിങ്ങൾ ന്യൂസ് ഉണ്ടാക്കുന്നത്. സോറി സാർ, ഞാൻ എന്റെ ചില്ലെടുത്തോട്ടെ. തീപ്പെട്ടിയുണ്ടോ കയ്യിൽ? കൊല്ലപ്പെട്ട കുട്ടിയുടെ ഊരും പേരും ഒക്കെ തിരക്കിയോ? പൊന്നു സാറേ, ചതിക്കല്ലേ. ഒന്നും പറഞ്ഞു പോയതെന്ന് കർശന ഉത്തരവാ. പത്രത്തിൽ എഴുതാനല്ല, ചുമ്മാ ചോദിച്ചാ. അറിയാൻ തീപ്പെട്ടി. സാറേ, സാരമില്ലെന്നേ. ഏതാ കുട്ടി? സോഷ്യൽ വെൽഫെയർ സെന്ററിലെ അന്തേവാസിയാ ആ കുട്ടി. പേര് ബീന. ഞാൻ അറിഞ്ഞത് പറഞ്ഞു. സാറിനെ ചതിക്കരുത്. സത്യം എന്തായാലും പുറത്തു വരും. പിന്നെന്തിനാ ഈ ഒളിച്ചുകളി? നിങ്ങൾ എന്തിനാ ചുഴിഞ്ഞു കുത്തി ഓരോന്നും ചോദിച്ച് എന്നെ ശല്യപ്പെടുത്തുന്നത്? നമ്പ്യാർ ചെയർമാനായ ഒരു പബ്ലിക് ട്രസ്റ്റ് നടത്തുന്ന സേവന കേന്ദ്രമാണ് ഈ വെൽഫെയർ സെന്റർ. സമ്മതിച്ചു. ആ സാമൂഹിക സേവനത്തിന്റെ പൊരുളെന്നറിയാനാ ഞാൻ കൂടുതൽ ശല്യപ്പെടുത്തുന്നത്. പിന്നെ തുറന്നു പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കൊരു ഉപദ്രവം വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങളൊരു പാവം സ്ത്രീയാണെന്ന് കണ്ടാൽ അറിയാം. ആ കുട്ടിയുടെ ദുരന്തത്തിൽ നിങ്ങളുടെ മനസ്സ് വേദനപ്പെടുന്നുണ്ടെന്നും അറിയാം. ഒരുപാട് തെറ്റുകൾക്ക് കൂട്ടുനിന്നു. ഓരോ പെൺകുട്ടിയും ഓരോ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ശാപവചനങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടണ്ടേ? ഇനിയെങ്കിലും എല്ലാം തുറന്നു പറയും പ്ലീസ്. അന്നൊരു ദിവസം രാത്രി ഇതാരാ കൂടെ? എന്റെ ഒരു കൂട്ടുകാരന്റെ മകളാ. പേര് ബീന. കൊച്ചമ്മയുടെ ആയതുകൊണ്ട് തുറന്നു പറയാമല്ലോ. ഇവളുടെ അച്ഛൻ മരിച്ചതിന് ശേഷം ആ കുടുംബത്തിന്റെ കാര്യം ആകെ കഷ്ടത്തിലാ. ഇവിടെ എന്തെങ്കിലും ഒരു ജോലി. അതിപ്പോ കൊച്ചാപ്പി. കൊച്ചമ്മ മറ്റൊന്നും പറയരുത്.
കൊച്ചാപ്പയോട് എങ്ങനെയാ പറ്റില്ല എന്ന് പറയാ? പേരെന്താ? ബീന. രാഗിണി, ഈ കുട്ടി അകത്തേക്ക് വിളിച്ചോണ്ട് പോ. അകത്തേക്ക് ചെല്ലേ, ഞാൻ 2 ദിവസം കഴിഞ്ഞു വരാം. വാ. കുട്ടിയെ പോലെ ഒരു ചെറിയ സ്വപ്നവുമായാണ് ഞാനിവിടെ വന്നത്. ഒരു മാന്യമായ ജോലി. പക്ഷേ ഇവിടെ വന്ന് അന്ന് രാത്രി തന്നെ എനിക്കെന്റെ ജീവിതം നഷ്ടമായി. അനന്തൻ നമ്പ്യാർ എന്നൊരാളാണ് ഇതിന് പിന്നിൽ. 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഒരു മൃഗമാണ് അയാൾ. കുട്ടിയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം. വൈകിയാൽ ചിലപ്പോ ദൈവത്തിന് പോലും രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. നമ്പ്യാർ സാറാ ഡെഡ് ബോഡി നീക്കം ചെയ്യാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തത്. സാർ. ഇല്ല, പേടിക്കണ്ട. നിങ്ങളുടെ പേര് ഞാൻ എവിടെയും ഉപയോഗിക്കില്ല. ബീനയുടെ മരണം കേവലം ഒരു ആത്മഹത്യയല്ല. സോഷ്യൽ വെൽഫെയർ സെന്ററിന്റെ പേരിൽ നമ്പ്യാർ അവിടെ പ്രോസിക്യൂഷനാണ് നടത്തുന്നത്. അതിന്റെ അവസാനത്തെ ഇരയാണ് ബീന. FIR-ലും മെഡിക്കൽ റിപ്പോർട്ടിലും മരണം ആത്മഹത്യയാണെന്നാ. നമ്പ്യാരുടെ കയ്യിലാ ഡോക്ടറും പോലീസും മന്ത്രിയും. ആത്മഹത്യ കൊലപാതകമാവും, കൊലപാതകം ആത്മഹത്യയുമാവും. അപ്പൊ പിന്നെ ഞാനിത് നവലോകത്തിലൂടെ ഒരു മാസ് ഇഷ്യൂ ആക്കാൻ പോവുക. ജനം ഇളകട്ടെ. ജനം ഇളകുമ്പം പോലീസിന് ഒരു അനക്കം ഉണ്ടാവും. ആകെ കുഴഞ്ഞിരിക്കുക നമ്പ്യാരെ. എല്ലാം ഒതുക്കിയതായിരുന്നു. എന്നാൽ ഇപ്പോ ഇതൊരു പബ്ലിക് ഇഷ്യൂ ആയി തീർന്നിരിക്കുക. ആ വിശ്വനാഥനാണ് എല്ലാ കുഴപ്പവും കുത്തിപ്പോകുന്നത്. ബീനയുടെ മരണം ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് വരുത്തി തീർക്കാൻ അവൻ എല്ലാ പഴുതും തേടുകയാണ്. ഇപ്പൊ കാര്യം മനസ്സിലായോ? മഹിളാ സംഘടനകളും സാമൂഹ്യ സംഘടനകളും എല്ലാം രംഗത്തിറങ്ങിയിരിക്കുക. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ. താനെന്താ തോമാച്ചായി പറയുന്നത്? മേറ്ററിനെ കസ്റ്റഡിയിലെടുക്കുക, ഒരു ഫോർമാലിറ്റിക്ക്. പിന്നെ അതിന് പിറകെ ഒരു ഉത്തരവ്. തൽക്കാലം സോഷ്യൽ വെൽഫെയർ സെന്റർ അടച്ചിടുക. അതേ ഒരു വഴിയുള്ളൂ. താൻ ആരാ? കേസരി ബാലകൃഷ്ണപിള്ളയോ? മനസ്സിലായില്ല. അല്ല, തനിക്കെന്നെ മനസ്സിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ താൻ ഈ പീറപത്രവും വെച്ചോണ്ട് എനിക്ക് നേരെ കുരയ്ക്കുന്നത്. ആശാനെന്നല്ല മൂഡിലാണല്ലോ. അപ്പൊ എഴുതിയത് കൊള്ളേണ്ടടുത്ത് കൊണ്ടു എന്നർത്ഥം. എന്നങ്ങനെ ഞെളിയണ്ട. ഞാൻ ഇവിടെ വന്ന് തന്നെ കണ്ടത് എന്റെ മാന്യതയായി കണക്കാക്കിയാൽ മതി. വേണമെങ്കിൽ തന്നെയും തന്റെ പത്രമാഫീസിനെയും കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് എന്റെ കാൽച്ചുവട്ടിലെത്തിക്കാൻ ഈ അനന്തൻ നമ്പ്യാർക്ക് അറിയാം. അനന്തൻ നമ്പ്യാർക്ക് അങ്ങനെ പലതും അറിയാമെന്ന് ഈ വിശ്വത്തിനറിയാം. സാമൂഹ്യ പദ്ധതികളെയും ആതുര സേവനത്തെയും വ്യഭിചാരശാലകളും ചൂതുകളി കേന്ദ്രങ്ങളുമാക്കുന്ന വിദ്യ നമ്പ്യാർ സാർ അറിഞ്ഞു പയറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ. അത്രയും ഞാൻ പത്രത്തിൽ എഴുതിയുള്ളൂ. എടോ, ഇതൊക്കെ താനല്ല തന്റെ തലതൊട്ടപ്പന്മാർക്ക് പണ്ടേ അറിയാവുന്ന കാര്യങ്ങളാണ്. അവർക്കെന്നെ ഒരു ചുക്കും ചെയ്യാനായിട്ടില്ല, ആവുകയുമില്ല. വിവരമില്ലാത്തത് വിവരമുള്ളവർ പറഞ്ഞു കാണുമല്ലോ. അതുകൊണ്ടാ ഞാൻ തന്നെ നേരിട്ട് വന്നത്. ചെറുപ്പമാണെങ്കിലും ഇത്തിരി കുടുംബസ്നേഹമുള്ളത് നല്ലതാ.
ചുമ്മാ എടുത്തു ചാടി കുടുംബം അനാഥമാക്കല്ലേ. താങ്ക് യു വെരി മച്ച്. നമ്പ്യാര് കരുതുന്ന പോലെ ഒന്നല്ല കാര്യങ്ങൾ. ആ കൽക്കുൽത്ത ചുരുങ്ങിയത് 10 MLA-മാരെങ്കിലും കുമാരന്റെ കൂടി ഉണ്ടാവും. ഇനി പാർട്ടിയിൽ തന്നെ ആരൊക്കെ കൂടെ ഉണ്ടാവും എന്നുള്ളത് നാളത്തെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടുമ്പോഴറിയാം. പിന്നെ പറഞ്ഞു കേട്ടതാ, പാർട്ടി വളരാൻ സാധ്യതയുണ്ട്. അതിനുള്ള കരുക്കളൊക്കെ അവർ നീക്കുന്നുമുണ്ട്. വിശ്വനാഥന്റെ പിന്തുണയുണ്ട്. താനൊക്കെ എന്തോന്ന് പാർട്ടി സെക്രട്ടറി ആടോ? പ്രതിപക്ഷത്തായിരുന്നപ്പോ സമരവും ബഹളവും അടിയും പിടിയും ഒക്കെ ആയി നടന്നിരുന്നതല്ലേ? ഭരണപക്ഷത്താവുമ്പോ അണികളെ പിടിച്ചു നിർത്താൻ മുറയൊന്ന് മാറ്റണം. ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല നമ്പ്യാരെ. ഓരോരുത്തർക്ക് അവനവന്റെ കാര്യങ്ങളാണ് വലുത്. ഭരണത്തിന്റെ തണലിൽ പലരും പലതും നേടി. ദാ ഈ കതർ ഷർട്ടുമുണ്ടു എനിക്കിതേ ബാക്കിയുള്ളൂ. റബ്ബർ എസ്റ്റേറ്റുകളും മണിമാളികകളും കൈക്കലാക്കാൻ അവസരം കിട്ടാഞ്ഞിട്ടല്ല, കഴിഞ്ഞില്ല. 2 വെഗ് സ്കോച്ചും ഒരു പെണ്ണിനും തന്ന് എന്നെ പാട്ടിലാക്കാണ് ആദ്യ അവസാനം മനസ്സിലാക്കിയത് നമ്പ്യാരനാണല്ലോ. തന്നെയോ? തന്നെ പോലെ ആവണക്കണ്ണ പരുവത്തിലുള്ള കുറെ നേതാക്കന്മാരുണ്ട്. കള്ളും പെണ്ണും തരുമ്പോ എങ്ങോട്ട് വേണമെങ്കിൽ ചായുന്നവർ. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ കളിച്ചത്. ലാഭത്തിന് വേണ്ടിയാണോ ചീട്ട് കശക്കി അറിയുന്നത്? പുണ്യത്തിനൊന്നുമല്ല. അത് എന്റെ മിടുക്ക്. അതൊക്കെ വിട്. പാർട്ടി നന്നാക്കാനൊന്നും നിങ്ങൾ മെനക്കെട്ടിട്ട് കാര്യമില്ല. നമുക്ക് ആവശ്യം കുമാരൻ ഒതുക്കലാണ്. പിന്നെ വിശ്വനാഥന് ഞാൻ പറഞ്ഞല്ലോ, നാളെ സ്റ്റേറ്റ് കമ്മിറ്റി ചേരുക. ആ പെണ്ണിന്റെ മരണം പൊക്കി പിടിച്ച് അവര് മുതലെടുക്കും. കുമാരന്റെ കളി അറിഞ്ഞിട്ട് മതി നമ്മൾ അടവും തന്ത്രവും തീരുമാനിക്കാൻ. പത്രത്തിലൂടെ നമ്പ്യാർക്കെതിരെ ധർമ്മസമരം നടത്തിയത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. നമ്പ്യാരുടെ കൈകളാ ഭരണചക്രം തിരിക്കുന്നത്. നാണമില്ലല്ലോ യുവമാർക്കൊക്കെ. തത്വാധിഷ്ഠിത രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞ് നടന്നവരല്ലേ പാർട്ടിക്കാരും മന്ത്രിമാരും ഒക്കെ. 10 കൊല്ലം പ്രതിപക്ഷത്തിരുന്ന് മടുത്തവരാ ഞങ്ങളുടെ പാർട്ടിക്കാർ. സമരവും സംഭാവന ഒരിക്കലും മാത്രമല്ല, മന്ത്രിപ്പണിയും കൂടി അറിയാമെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാ കാക്ക പിടിച്ചും കാല് മാറ്റിയൊക്കെ ഭരണത്തിലെത്തിയത്. എല്ലാം ഒരുക്കി കൊടുത്തതോ നമ്പ്യാരും. ചെറ്റക്കുടിലെ തഴപ്പായിലിരുന്ന് കപ്പയും മീനും തിന്നവനൊക്കെ സ്റ്റേറ്റുകാരും സൗകര്യങ്ങളും കിട്ടിയപ്പോ പാർട്ടിയെ മറന്നു, പാർട്ടി സ്നേഹിച്ചവരെ മറന്നു. എന്ത് ചെയ്യാം? കുമാര, പാർട്ടിയോട് ഇന്നും സ്നേഹം പുലർത്തുന്നവനാ ഞാൻ. അകന്നു നിന്നുകൊണ്ടാണെങ്കിൽ ചക്കരക്കുടം കണ്ടാൽ കൈയിട്ട് നക്കിയാലേ ഉറക്കം വരുമെന്ന് ശീലിച്ച കുറെ നേതാക്കന്മാരാ പാർട്ടിയെ നയിക്കുന്നതും ഭരിക്കുന്നതും. എന്നാലും എനിക്ക് പാർട്ടിയെ വെറുക്കാനാവില്ല. നീയും നിന്നെപ്പോലെ ഒരുപാട് പേരും പാർട്ടിയിലുള്ളതുകൊണ്ട് നമുക്ക് പൊരുതാം, സ്വന്തം വിശ്വാസങ്ങൾക്ക് വേണ്ടി. ഞാനുണ്ട് നിന്റെ കൂടെ. എന്നാ പിന്നെ നമുക്കങ്ങ് തുടങ്ങാം. സമയമായി. വേഗം വേണം. ഇത് കഴിഞ്ഞ് എനിക്ക് വേറൊരു പരിപാടിയിൽ പങ്കെടുക്കാനുണ്ട്. വിമൻസ് അസോസിയേഷന്റെ സ്വയം തൊഴിൽ കണ്ടെത്തുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ. അതാണ് വിഷയം. മുഖ്യ പ്രാസംഗികൻ ഞാനാ. അതെയോ? പാവം. ഇത് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. സ്ത്രീകൾ എവിടെയുണ്ടോ അവിടെ താനുണ്ടാവും. മറ്റേ സോപ്പിന്റെ ഒരു പരസ്യം പോലെ ഇതേ ഒരു രോഗാ. വാ, നീ വാ. സുഹൃത്തുക്കളെ, ഈ അടുത്ത കാലത്ത് പാർട്ടിയിലുണ്ടായിരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് ഒരു ഒത്തുതീർപ്പിൽ എത്തിക്കണമെന്നാണ് എന്റെ മഹത്തായ അഭിപ്രായം. ഒത്തുതീർപ്പിനല്ല, പാർട്ടിയെ നമ്പ്യാരുടെ തൊഴുത്തിൽ കൊണ്ടു ചെന്ന് കെട്ടിയ നേതൃത്വത്തോട് കണക്ക് പറഞ്ഞ് പിരിയാനാ ഞങ്ങൾ വന്നത്. അതെ അതെ അതെ. എന്റെ കൂടെ നിൽക്കുന്ന 10 MLA-മാർ ഈ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുന്നതിന് വേണ്ടി നാളെ ഗവർണർക്ക് കത്ത് കൊടുക്കാൻ പോവാ. നാണവും മാനവും ഉണ്ടെങ്കിൽ രാജിവെച്ച് പുതിയ ജനവിധി തേടുന്നതാണ് നല്ലത്. രാജിയല്ലാതെ ഒരു വഴിയില്ലേ? ഉണ്ട്, പെരുവഴി. താനൊക്കെ എന്ത് വിചാരിച്ചടോ? ഈ കൊടിവെച്ച കാറിൽ ആയുസുള്ള കാലം മുഴുവൻ പാഞ്ഞു നടക്കാമെന്നോ? ഏതായാലും ഇതൊരു കൊലച്ചതിയാ. ഇനി തെരഞ്ഞെടുപ്പിന് നിന്നാ തന്നെ ഞാനൊക്കെ ജയിച്ച അസംബ്ലിയിൽ എത്തുമെന്ന് എന്താ ഒരു ഉറപ്പ്? ഭാര്യയുടെ വീതം വിറ്റ 5 ലക്ഷം. എന്തൊന്ന് 5 ലക്ഷം? കോടികൾ ഉണ്ടാക്കിയല്ലോ. അളിയന്റെ പേരിൽ റബ്ബർ എസ്റ്റേറ്റ്, ഭാര്യയുടെ അനുജത്തിയുടെ ഭർത്താവിന്റെ അനുജന്റെ പേരിൽ ഫിഷിംഗ് ബോട്ടുകൾ. ഈ സംസ്ഥാനത്തെ മിക്ക സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം സ്വന്തം പേരിലാക്കി കഴിഞ്ഞില്ലേ? ഇനി തനിക്ക് എന്താ വേണ്ടത്? ഈ സംസ്ഥാനം കൂടി അങ്ങോട്ട് എഴുതി തരട്ടെ? എന്താ, മതിയാവോ? ഹലോ, മന്ത്രിസഭ രാജിവെച്ചെന്നു. നമ്പ്യാർക്ക് ഒരു ഷോ കൂടി.
അസംബ്ലി പിരിച്ചുവിട്ട് പുതിയ തിരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ച നമ്പ്യാർ കിട്ടിയ ഏറ്റവും വലിയ ഷോക്ക്. അത് തീരെ പ്രതീക്ഷിച്ചതല്ല. ആട്ടെ, തന്റെ ഗ്രൂപ്പിന്റെ നിലപാടെന്താ? ഞങ്ങളൊരു അലയൻസിന് ശ്രമിച്ചുകൊണ്ടിരിക്കുക പ്രതിപക്ഷത്തെ ചിലരുമായിട്ട്. നാടിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുമ്പോ ശ്രീദേവിയെ മറന്നു പോകുന്നത് കഷ്ടമാണ്. ആര് പറഞ്ഞു മറന്നെന്ന്? പിന്നെ വേണ്ട, താൻ വലിയ ആദർശ തീരനൊന്നും ആവണ്ട. എടോ, വിവാഹം വിപ്ലവകാരികൾക്ക് നിഷിദ്ധമൊന്നുമല്ല. ഇനി എന്തിനാ ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത്? അല്ല, അത് ഞങ്ങളിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക അല്ലേ ശ്രീദേവി? ഞാൻ ആലോചിച്ചതാ ഒരുപാട് തവണ, ഇങ്ങനൊരു ഹൃദയശൂന്യനെ എന്തിനാ സ്നേഹിച്ചതെന്ന്. അത് കറക്റ്റ്. എടോ കുമാര, മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. ഈ രാഷ്ട്രീയക്കാർക്ക് ഇല്ലാത്ത ഒരു സാധനമാ ഹൃദയം. ആയതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പാർട്ടി ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കുമാരനെ പോലെയുള്ള അവസരവാദികൾ പാർട്ടിയിൽ നിന്ന് കാലുമാറി പുറത്തു പോയെങ്കിലും പാർട്ടിയുടെ അടിത്തറയ്ക്ക് യാതൊരു ക്ഷീണവും സംഭവിച്ചിട്ടില്ല. മാത്രമല്ല, ഞാൻ നിങ്ങളൊരു സന്തോഷ വാർത്ത കൂടി അറിയിക്കുകയാണ്. എന്നും നമ്മുടെ പാർട്ടിക്ക് പുറത്തു നിന്ന് എല്ലാ പിന്തുണയും സഹായവും തന്ന് അനുഗ്രഹിക്കുകയും ചെയ്ത ശ്രീമാൻ അനന്തൻ നമ്പ്യാർ നമ്മുടെ പാർട്ടി നേതൃസ്ഥാനത്തേക്ക് കടന്നു വരികയാണ് സുഹൃത്തുക്കളെ. അനന്തൻ നമ്പ്യാർ നമ്മുടെ പാർട്ടിയെ നയിക്കുന്നതായിരിക്കും. എനിക്ക് ആ പഴയ സീറ്റ് വേണ്ട. എന്നെ കണ്ട തല്ലി കൊല്ലാൻ കാത്തിരിക്കുക വോട്ടർമാര്. അതിന് താൻ പേടിക്കണ്ട. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങോട്ട് ചെന്നതല്ലേ, പിന്നെ അങ്ങോട്ട് കാലുകുത്തിയിട്ടില്ലല്ലോ. അപ്പൊ മുഖപരിചയൊന്നും കാണൂല. ആ, പത്രക്കാര് കാത്തിരിക്ക. നമ്പ്യാരുടെ രാഷ്ട്രീയ പ്രവേശനം ഒരു സംഭവമാക്കി മാറ്റണം. അതിനാണ് പത്രസമ്മേളനം. അവ പോവാ. ശ്രീമാൻ അനന്തൻ നമ്പ്യാരാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പാർട്ടിയെ നയിക്കുന്നത്. ശ്രീ നമ്പ്യാര് തന്നെയാണല്ലോ മുമ്പും പാർട്ടിയെ നയിച്ചതും ഭരിച്ചതും. അത് അറിഞ്ഞുകൊണ്ട് പിന്നെന്തിനാ ഈ വിഡ്ഢിച്ചോദ്യം? വിഡ്ഢികളോട് വിഡ്ഢിച്ചോദ്യമല്ലാതെ പിന്നെ ബുദ്ധിപരമായി ചോദിക്കാൻ പറ്റുമോ? ഈ പത്രക്കാരും രാഷ്ട്രീയക്കാരും അന്യോന്യം ഒരു ഒത്തുതീർപ്പുണ്ടാവണം. നിങ്ങൾക്ക് ന്യൂസ് ഉണ്ടാക്കി തരുന്നത് ഞങ്ങളാ. ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു, നിങ്ങൾ ഞങ്ങളെയും. ഒരു പരസ്പര സഹായ സഹകരണ സംഘം. നമ്മൾ ഉടക്കരുത്. സൗഹാർദ്ദപരമായ ചോദ്യങ്ങളാവാം. പാർട്ടിയിലെ സേവന പാരമ്പര്യമുള്ളവരെയും ത്യാഗനിർഭരമായ പങ്കുവഹിച്ചവരെയും ഒക്കെ തഴഞ്ഞാണ് നമ്പ്യാരെ ഉന്നത സ്ഥാനങ്ങൾ പ്രതിഷ്ഠിച്ചതെന്ന് പറയുന്നത് ശരിയാണോ? ആരെയും തഴഞ്ഞിട്ടല്ല ഞാൻ നേതാവായത്. പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടു, ഞാൻ നേതൃത്വം ഏറ്റെടുത്തു, അത്രമാത്രം. വാസ്തവം. താങ്കളുടെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ എന്തെങ്കിലും പുതുമയുണ്ടാവുമോ? കയ്യടി നേടാനും വോട്ട് തട്ടിയെടുക്കാനുമുള്ള പ്രലോഭനങ്ങളൊന്നും ഉണ്ടാവില്ല. പാലിക്കാൻ കഴിയുന്ന വാഗ്ദാനങ്ങൾ മാത്രം. അതൊരു പുതുമയായിരിക്കും. പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ താങ്കൾ മുഖ്യമന്ത്രിയാവുമോ? ഈ 1ാം ക്ലാസ്സിലെ പിള്ളേരോട് ചോദിക്കുന്ന ചോദ്യം ദയവ് ചെയ്ത് ഒഴിവാക്കണം. നമ്പ്യാർ നേതാവാണോ, ജയിച്ച മുഖ്യമന്ത്രി ആയിരിക്കും? നമ്പ്യാരുടെ വിജയസാധ്യത അത്ര ഉറപ്പാണോ? ജയിക്കാൻ എങ്ങനെ കരുക്കൾ നീക്കണമെന്ന് ഈ നമ്പ്യാർക്ക് അറിയാം. എന്നുവെച്ചാൽ കള്ളും പെണ്ണും നൽകി വോട്ടർമാരെ സ്വാധീനിക്കുമെന്ന്. മൂർച്ച തേഞ്ഞ ആയുധമായി ഈ ആരോപണം. പുതിയതെന്തെങ്കിലും ഉണ്ടോ? നമുക്ക് സംസാരിക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ എനിക്കും എന്റെ പാർട്ടിക്കും മേലിലും ഉണ്ടാകണം. നന്ദി. പിന്നെ ഞാൻ മുമ്പൊന്ന് ഉപദേശിച്ചതാ, വിവരക്കേട് കാണിച്ച് കുടുംബം അനാഥമാക്കരുതെന്ന്. മറന്നുപോയി അല്ലേ? ഇല്ല, മറന്നിട്ടില്ല. തുമ്മിയാ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അതങ്ങോട്ട് തെറിച്ചു പോട്ടെ നമ്പ്യാരെ. ഒരു നല്ല ശത്രു ഉണ്ടായാലേ ലൈഫിനൊരു ത്രില്ലുള്ളൂ. വരട്ടെ. എന്തിനാ അവനോടൊക്കെ കൊച്ചു വർത്താനം പറയുന്നത്? അവന്റെ ഈ ഇളക്കമുണ്ടല്ലോ, ഞാനത് നിർത്തും സുലൈമാൻകുട്ടി. ഇനി അളകുമ്പോ നോക്കാം. നമ്പ്യാർ അറിഞ്ഞു പയറ്റു ഈ തെരഞ്ഞെടുപ്പിൽ. ജയിക്കേണ്ടത് അങ്ങനെ പ്രസ്റ്റീജാ. നമ്പ്യാരെ എതിർക്കാൻ ഞാൻ തന്നെ വേണമെന്ന പാർട്ടിയിൽ പലരുടെയും അഭിപ്രായം. ഇത് നല്ല അവസരമാ. താൻ നിൽക്കടോ, ജയിക്കും. നമ്പ്യാരെ പോലൊരു അസൽ ക്രിമിനല് നമ്മളെ ഭരിക്കാൻ പോവാന്ന് പറഞ്ഞാൽ? സ്ത്രീകളുടെ വോട്ടുകൾ ക്യാൻവാസ് ചെയ്യാൻ ഞങ്ങളുണ്ട്, അല്ലേ ശ്രീദേവി? എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ല. ഒരു രക്ഷയുമില്ല. ഇപ്പൊ തന്നെ എഴുതി കാണാപ്പണം പഠിച്ചോണം. അയ്യോ, എന്നെ കൊണ്ട് വയ്യ. ഞാനൊരു MLA ആയ തനിക്ക് തന്നെ അതിന്റെ ഒരു അന്തസ്. നാളെയല്ലേ നോമിനേഷൻ കൊടുക്കേണ്ടത്? അതെ. നാളത്തെ നവലോകത്തിൽ ഞാനൊരു കാച്ചുന്നുണ്ട്.
നാളത്തെ പോളിംഗ് ഒരു 60% കവിയരുത് എന്നാ നമ്മൾ രക്ഷപ്പെട്ടു. അരിച്ചു പെറുക്കിയുള്ള അവസാനത്തെ കണക്കൂട്ടലിൽ ഒരു 80 സീറ്റെങ്കിലും തടയുന്നാ തോന്നുന്നത്. തോന്നിയാ പോരാ, കിട്ടണം. അതിനാ വാരിക്കോരി എറിഞ്ഞത്. എറിഞ്ഞതൊന്നും കടലിലേക്കല്ല, കരയിലേക്ക് തന്നെയാ. നമ്പ്യാര് മുഖ്യമന്ത്രിയായിട്ട് വേണം എനിക്കൊന്ന് വിലസാൻ. ഇരിക്കുന്നതിന് മുമ്പ് കാലം കിട്ടാതടോ. നമ്പ്യാര് ധൈര്യമായിട്ടിരി. ഫലം അറിയുമ്പം ആ കുമാരനും ഞെട്ടും, വിശ്വനാഥനും. ആകാശവാണി, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, ആലപ്പുഴ. തെരഞ്ഞെടുപ്പ് വാർത്തകൾ വായിക്കുന്നത് സേതു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ അറിവായി തുടങ്ങി. കൊഴിഞ്ഞാമ്പാറ മണ്ഡലത്തിലെ മലയാളദേശം പാർട്ടി സ്ഥാനാർത്ഥി ശശിധരൻ നായർ തന്റെ തൊട്ടടുത്ത നാഷണൽ പാർട്ടിയിലെ വിജയനേക്കാൾ 4000 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. കുലശേഖരം മണ്ഡലത്തിൽ മലയാളദേശം പാർട്ടിയിലെ രാഘവൻ പിള്ള തെരഞ്ഞെടുക്കപ്പെട്ടു. പുതിയറ മണ്ഡലത്തിൽ മലയാളദേശം പാർട്ടി നേതാവ് തൃശ്ശിലേരി അനന്തൻ നമ്പ്യാർ തൊട്ടടുത്ത റബൽ സ്ഥാനാർത്ഥി കുമാരനെ 20,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി. സംസ്ഥാനത്തെ ഏറ്റവും അവസാനത്തെ കക്ഷിനില. ആകെ സീറ്റ് 110. ഫലമറിഞ്ഞത് 105. മലയാളദേശം പാർട്ടി 74, നാഷണൽ പാർട്ടി 28, കക്ഷിരഹിതർ 6. മലയാളദേശം പാർട്ടി നിയമസഭാ കക്ഷി നാളെ യോഗം ചേർന്ന് പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതാണെന്ന് പാർട്ടി വക്താവിലൂടെ അറിയിച്ചു. നാണം കെട്ട ജനം ഒരായുസ് മുഴുവൻ നുഖത്തിന് കീഴിൽ അമർന്ന് അടിമകളാകാനാണ് സ്വയം വിധിക്കുന്നത്. ഇതൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കരുത്. കണ്ട പട്ടിയുടെയും പൂച്ചയുടെ ഒക്കെ ചിത്രത്തിൽ വോട്ട് ചെയ്ത് ശീലിച്ച ജനത്തിന് നല്ലതും ചീത്തയും തിരിച്ചറിയാൻ ഇത്തിരി സമയമെടുക്കും. അമർഷം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. നമ്പ്യാരാ മുഖ്യമന്ത്രിയാവാൻ പോകുന്നു. നാടിന്റെ ഗതികേട് അല്ല എന്ത് പറയാൻ. ആദ്യം താനൊന്ന് കൂളാവും. എനിക്കൊരു വിഷമമില്ല. പിന്നെ കിട്ടിയ വോട്ടിന് സിന്ദാബാദ് വിളിച്ച് വീട്ടിലിരിക്കാനൊന്നും പോകുന്നില്ല. ശരിക്കും പറഞ്ഞ പൊരുതേണ്ടത് ഇപ്പോഴാ. പഴയ നമ്പ്യാരോടല്ല, ചെങ്കോലും കിരീടവും ധരിച്ച പുതിയ നമ്പ്യാരോട്. തൃശ്ശിലേരി അനന്തൻ നമ്പ്യാർ, ഇയാളിപ്പം നമ്മുടെയും കൂടെ മുഖ്യമന്ത്രിയാ. എനിക്കൊരു വെറുപ്പായിരുന്നു ആദ്യം ആ മനുഷ്യനോട്. ഇപ്പൊ എന്തോ ഭയം പോലെ. നേരിട്ടല്ലെങ്കിൽ പോലും ആ മുഖം കാണുന്നത് തന്നെ. എന്തിനാ നീ ഇങ്ങനെ നെർവസ് ആകുന്നത്? എനിക്കറിയില്ല. പുലരാൻ നേരത്ത് ഉറക്കത്തിൽ ചിലപ്പോ ദുസ്വപ്നം കാണും. തെളിഞ്ഞ പ്രഭാതം കാണുമ്പോ ആ ദുസ്വപ്നത്തിന്റെ ഹാങ് ഓവർ അങ്ങ് മാറുകയും ചെയ്യും. അതുപോലെ നമ്പ്യാരിപ്പോ ഒരു ദുസ്വപ്നമാണ്. നമുക്ക് രണ്ടുപേർക്കും മാത്രമല്ല, ഈ നാട്ടുകാർക്ക് മുഴുവൻ. എല്ലാം ശരിയാവും. പിന്നൊരു കാര്യം, ഇനി വലിയ റിസ്ക് ഒന്നും വേണ്ട. ഇയാള് ഒരച്ഛനാവാൻ പോവാ. നശിപ്പിച്ചല്ലോ. താൻ എവിടുത്തെ വക്കീലാടോ? ഇതൊക്കെ എങ്ങനെയാ പറയാ? പിന്നെ ഉറങ്ങാൻ പോകുമ്പോ ബെഡ്റൂമിൽ വെച്ച് ദേന്നോ പിന്നെന്നോ ഒക്കെ വിളിച്ച് കുറച്ചുകൂടെ റൊമാൻറ്റിക് ആയിട്ട് സിറ്റുവേഷൻ ഒന്ന് കൊഴിപ്പിച്ച് കുറച്ച് സസ്പെൻസ് ഒക്കെ ഇട്ട് പറഞ്ഞെങ്കിലേ എനിക്ക് ഒരു 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 എന്താ പഴയതുപോലെ ഇനി നമ്പ്യാർ ഹിയർ. മുഖ്യമന്ത്രി അനന്തൻ നമ്പ്യാരെന്ന് ഞാനൊന്ന് തിരുത്തട്ടെ. നിങ്ങൾ ആരാ? എന്ത് വേണം? ഞാൻ മേരി ചെറിയാൻ. മേരി ചെറിയാൻ? എന്താ ഓർമ്മ വരുന്നില്ലേ? എന്നെ അത്ര പെട്ടെന്ന് മറക്കാൻ നമ്പ്യാർക്ക് കഴിയില്ലെന്ന് എനിക്കറിയാം. കഴിയും. മിസ്സസ് മേരി ചെറിയാൻ, നിങ്ങൾ എനിക്കൊരു പഴയ കണക്ക് പുസ്തകമാണ്. അതിന്റെ സ്ഥാനം ചവറ്റുകൊട്ടയിലാണ്. Hello, Williams. I am Nambyar. Can you help me? What is the matter?
A silly man. Who are you? I am Willie, alias William Patrick Pereira. What do you want? പറയാം. മുഖ്യമന്ത്രി നമ്പ്യാരുടെ ഉറക്കം കെടുത്താൻ വന്നതാണല്ലേ മിസസ് മേരി ചെറിയാൻ? You mean? ഞാൻ എന്റെ സമയം ഒരിക്കലും പാഴാക്കാറില്ല. I am William Patrick Pereira. ഹലോ, ഞാൻ വില്യംസ്. എന്ത്? അവൾ രക്ഷപ്പെട്ടു. അവൾ രക്ഷപ്പെടാൻ പാടില്ല. ഫോളോ ദാറ്റ് ബ്ലഡി ബിച്ച്. യെസ് സർ. നമ്പ്യാരെ കുറിച്ചുള്ള രഹസ്യങ്ങൾ അടങ്ങിയ ഈ ഡയറി ഞാൻ വിശ്വനാഥനെ ഏൽപ്പിക്കാം. നിങ്ങൾ സമാധാനമായി പോവും. ശരി. ഞാൻ മേരി ചെറിയാൻ, ഏലപ്പാറ എസ്റ്റേറ്റിലെ തൊഴിലാളി നേതാവ് ചെറിയാന്റെ ഭാര്യ. തൊഴിലാളികളുടെ ന്യായമായ അവകാശ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തുവന്ന വലിയ തെറ്റായിരുന്നു എന്റെ ഭർത്താവ് ചെയ്തത്. മദ്യത്തിനും പെണ്ണിനും വേണ്ടി തൊഴിലാളികളെ ഒറ്റുകൊടുത്ത ശേഖരക്കുറുപ്പിനും തൊഴിലാളികളെ അടിമകളാക്കാൻ ആഗ്രഹിച്ച അനന്തൻ നമ്പ്യാർക്കും താങ്ങാനാവുന്നതായിരുന്നില്ല ചെറിയാന്റെ പ്രവർത്തനങ്ങൾ. ഒരു രാത്രി ചെറിയാൻ അപ്രത്യക്ഷനായി. പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞ് എസ്റ്റേറ്റ് ചെരുവിൽ ചീഞ്ഞളിഞ്ഞ ഒരു പ്രേതമായാണ് ചെറിയാനെ കാണുന്നത്. ഏകയായ പെണ്ണ്, വിധവ, ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാവുമായിരുന്നു എനിക്ക്? കരയാനല്ലാതെ. അനന്തൻ നമ്പ്യാർക്ക് വേണ്ടി, അയാളുടെ അതിഥികൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി ഞാൻ എൻ്റെ രാത്രികൾ ഒരുക്കി. അന്നൊക്കെ വെറുതെയെങ്കിലും ഞാനൊരു സ്വപ്നം മനസ്സിലിട്ട് നീറ്റി. ചെറിയാന്റെ ചോരയ്ക്ക് പകരം ചോദിക്കുക എന്ന സ്വപ്നം. അതിനു മുൻപ് ഞാൻ I am William Patrick Pereira. ഒരു മുഖ്യമന്ത്രിയും ഒരല്പം ഫ്ലാഷ് ബാക്കും. തലക്കെട്ട് നന്നായിട്ടുണ്ട്. സിനിമക്കാർക്ക് പറ്റിയതാ. മുഖ്യമന്ത്രി നമ്പ്യാരുടെ രഹസ്യ ജീവിതത്തിലെ കറുത്ത പാടുകൾ മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. അണിയറകളിൽ നിർത്തരോ. എന്നോട് ചൂടായിട്ട് എന്താ കാര്യം? പ്രതിപക്ഷത്തിനും പത്രക്കാർക്കും നമ്മൾ അടിക്കാൻ ഒരു വടി കിട്ടി. പ്രതിപക്ഷം ആ വടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അവർ ഗവർണറെ കണ്ട് എന്റെ രാജിക്ക് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. ഗവർണർ എന്നെ വിളിച്ചിരുന്നു. ഒരു വല്ലാത്ത ഗതികേടായിപ്പോയി. ഇത്രയും വിഷം വിശ്വനാഥന്റെ കയ്യിലുണ്ടായിരുന്നു എന്ന് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത്? ഇല്ല സുലൈമാൻകുട്ടി, അവനേക്കാൾ വിഷമാ ഞാൻ. നാളെ ഞാൻ രാജി സമർപ്പിക്കണം. അതെന്താ? അതൊരു കളി മാത്രമാണ്. വിശ്വനാഥനെ കൊണ്ട് അടിയറവ് പറയിപ്പിക്കാനുള്ള അവസാനത്തെ കളി.
നാം വില്യം പാട്രിക് പെരേര. മുഖ്യമന്ത്രി നമ്പ്യാരുടെ സ്ഥാനേലനത്തിനുള്ള വില, വിശ്വനാഥന്റെ ജീവിതവും രാധിക വിശ്വനാഥന്റെ ചാരിത്രവും. സത്യല്ലേ? ബോഡി റെയിൽവേ ട്രാക്കിലിട്ടേക്ക്.
ജയിച്ചു എന്നായിരിക്കും മനസ്സിൽ, അല്ലേ? തൃശ്ശിലേരി അനന്തൻ നമ്പ്യാരുടെ നിഘണ്ടുവിൽ ജയം എന്ന വാക്കിന് വല്ലാത്തൊരു സ്ഥാനമുണ്ട്. തോൽവി എന്താണെന്ന് അറിയാത്തവനാണ് ഈ നമ്പ്യാരെന്ന് അഡ്വക്കേറ്റ് രാധിക വിശ്വാൻ ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണുമല്ലോ. ഓ, അത് ശരി. എന്നെ തോൽപ്പിക്കണമെന്നുള്ള വാശി കൊണ്ടായിരിക്കും നവലോകം പത്രാധിപരുടെ കസേരയിൽ മാഡം തന്നെ കയറിയിരിക്കാമെന്ന് വിചാരിച്ചത്. ഇല്ല മാഡം, നമ്പ്യാർ എപ്പോഴും നമ്പ്യാരുടെ പഴയ സീറ്റിൽ തന്നെ കാണും. ഇല്ല, നിങ്ങൾ ഇനി ജയിക്കാൻ പോകുന്നില്ല. ഞാൻ വിശ്വസിക്കുന്ന നിയമത്തിന് മുന്നിൽ നിന്ന് നിങ്ങൾക്ക് ഓടി ഒളിക്കാനാവുമോ? ഇവിടെ നിന്ന് ഒച്ച വെക്കരുത്. ഷൈൻ ചെയ്യലൊക്കെ അങ്ങ് കോടതിയിൽ മതി. അപ്പൊ പേടിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരിക്കും അല്ലേ? ഇതൊക്കെ കാണിച്ച് എന്നെ പേടിപ്പിക്കാമെന്ന് വെച്ചത് എന്ത് ബുദ്ധിമോശമായി പോയി എന്റെ വക്കീലെ. പടയോട്ടം നടത്തുന്നവന് വാളച്ച പുതിയതാണോ? എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ ഭർത്താവാണ്, എന്റെ ജീവിതമാണ്. അതൊന്നും തിരിച്ചു തരാൻ നിങ്ങൾക്കാവില്ല. പക്ഷേ നിയമത്തിന്റെ മുന്നിൽ നിങ്ങൾ എന്തെങ്കിലും കണക്ക് പറയും. ചിലക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? You will never and never escape. കേസ് നമ്പർ SC49 സെക്ഷൻ 306 വധശ്രമം, വധത്തിന് പ്രേരിപ്പിക്കൽ. പരാതിക്കാരി അഡ്വക്കേറ്റ് രാധിക വിശ്വനാഥൻ. പ്രതി തൃശ്ശിലേരി ചെറിയോമന നമ്പ്യാർ, മകൻ അനന്തൻ നമ്പ്യാർ. നവലോകം പത്രത്തിന്റെ ഉടമയും അഡ്വക്കേറ്റ് രാധികയുടെ ഭർത്താവുമായിരുന്ന ശ്രീ വിശ്വനാഥനെ ഗുണ്ടകളെ വിട്ട് വധിച്ചു എന്നതാണ് വാദിഭാഗം ഉന്നയിച്ചിരിക്കുന്ന കുറ്റം. ശ്രീ വിശ്വനാഥൻ തന്റെ പത്രത്തിലൂടെ നമ്പ്യാരുടെ പല രഹസ്യങ്ങളും തുറന്നെഴുതുകയും അതുമൂലം നമ്പ്യാർക്ക് വിശ്വനാഥനോടുള്ള വൈരാഗ്യം കൂടുകയും ചെയ്തു. വധശ്രമം, വധത്തിന് പ്രേരിപ്പിക്കൽ എന്നീ കുറ്റാരോപണങ്ങൾക്ക് സെക്ഷൻ 306 പ്രകാരം നിങ്ങൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ കോടതി എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? ഞാൻ ഈ കുറ്റം ചെയ്തിട്ടില്ല. മൈ ലോർഡ്, ഈ കേസിന്റെ വിസ്താരത്തിന് അനുമതി നൽകണമെന്ന് അപേക്ഷിക്കുന്നു. യു മേ പ്രൊസീഡ്. മിസ്റ്റർ അനന്തൻ നമ്പ്യാർ, അല്ല, തൃശ്ശിലേരി ചെറിയോമന നമ്പ്യാരുടെ മകൻ അനന്തൻ നമ്പ്യാർ. താങ്കൾക്ക് വിശ്വനാഥനുമായി പരിചയമുണ്ടായിരുന്നത് സത്യമല്ലേ? അതെ. മരിച്ചുപോയ വിശ്വനാഥൻ പത്രത്തിലൂടെ തൊഴിലാളി സമരത്തിന് അനുകൂലമായി പല റിപ്പോർട്ടുകൾ എഴുതിയപ്പോൾ താങ്കൾ വിശ്വനാഥനെ കാണാൻ ചെന്നിരുന്നുവെന്നും ഭീഷണിപ്പെടുത്തി എന്നതും നിങ്ങൾക്ക് നിഷേധിക്കാനാവുമോ? ഐ ഒബ്ജക്ട് യുവർ ഓണർ. ദുസ്സൂചനകൾ അടങ്ങിയ ചോദ്യം ചോദിച്ചുകൊണ്ട് എന്റെ കക്ഷിയെ ഭീഷണിപ്പെടുത്തുകയാണ്. ഒബ്ജക്ഷൻ ഓവർ റൂൾഡ്. നമ്പ്യാരുടെ പല രഹസ്യങ്ങളും പത്രത്തിലൂടെ തുറന്നെഴുതിയപ്പോൾ വിശ്വനാഥനെ ഭീഷണിപ്പെടുത്തുവാനാണ് നമ്പ്യാർ ചെന്നത്. ഇവർ മനഃപൂർവ്വം എന്നെ കുറ്റവാളിയാക്കുകയാണ്. ഞാൻ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല, ആരെയും കൊല്ലാൻ പ്രേരിപ്പിച്ചിട്ടുമില്ല. യുവർ ഓണർ, പ്രതി കുറ്റം നിഷേധിക്കുകയാണ്. ഈ പെൺകുട്ടിയെ നിങ്ങൾക്ക് അറിയുമോ? ഇല്ല. അറിയില്ല എന്ന് പറയാൻ നിങ്ങൾക്കാവില്ല മിസ്റ്റർ നമ്പ്യാർ. യുവർ ഓണർ, ഈ പെൺകുട്ടി ബീന അനന്തൻ നമ്പ്യാർ രക്ഷാധികാരിയായുള്ള സോഷ്യൽ വെൽഫെയർ സെന്ററിൽ വെച്ച് ദുരൂഹമായ സാഹചര്യത്തിൽ മരണമടഞ്ഞവളാണ്. ഐ ഒബ്ജക്ട് യുവർ ഓണർ. എന്റെ കക്ഷിയെ അപമാനിക്കാൻ വേണ്ടി വക്കീൽ മനഃപൂർവ്വം പഴയ കഥകളുടെ ഏടുകൾ മറിക്കുകയാണ്. ആ സംഭവങ്ങൾ ഒന്നുമായി എന്റെ കക്ഷിക്ക് യാതൊരു ബന്ധവുമില്ല. എന്റെ കക്ഷിക്ക് സൊസൈറ്റിയിലുള്ള മാന്യതയെ തകർക്കാൻ വേണ്ടി വക്കീൽ മനഃപൂർവ്വം ശ്രമിക്കുകയാണ്. യുവർ ഓണർ, ആരെയും അപമാനിക്കാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. പ്രതി അനന്തൻ നമ്പ്യാരുടെ എല്ലാ രഹസ്യങ്ങളും അടങ്ങിയതാണ് ഈ ഡയറി. യുവർ ഓണർ, എന്റെ കക്ഷി അനന്തൻ നമ്പ്യാർ സമൂഹത്തിൽ ഉന്നതിയിലുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം നമ്മുടെ മുഖ്യനുമായിരുന്നു എന്നുള്ള കാര്യം ഞാൻ കോടതിയെ ഓർമ്മിപ്പിക്കട്ടെ. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഇത്രയും മോശമായ രീതിയിൽ താറടിച്ചു കാണിക്കാൻ ശ്രമിക്കുന്നത് എത്രയും ദുസ്സഹനീയമാണ്. എലോഡ്, എന്റെ സഹപ്രവർത്തകൻ പറഞ്ഞത് സത്യമാണ്. ഇദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. എന്നാൽ നീതിയുടെ മുന്നിൽ എല്ലാവരും സമന്മാരാണ്. സത്യം തുറന്നെഴുതിയെന്ന കുറ്റത്തിന് ജീവൻ ബലി കൊടുക്കേണ്ടി വന്ന ഒരാളുടെ ഭാര്യയായിട്ടാണ് ഞാൻ വാദിക്കുന്നത്. മരിച്ചുപോയ എന്റെ ഭർത്താവിൻ്റെതായി എന്നിൽ അവശേഷിച്ചിരുന്ന ജീവന്റെ തുടുപ്പിനെയും ചില കാപാലികർ നശിപ്പിച്ചു. ഇതിനാർക്കൊന്നും പറയാനില്ലേ? സ്വന്തം കുഞ്ഞും ഭർത്താവും നഷ്ടപ്പെട്ട ഒരു സ്ത്രീയാണ് ഞാൻ.
എനിക്ക് ആരുണ്ടിനി? എന്റെ ദുഃഖം ഈ കോടതിയുടെ മുന്നിൽ ഞാൻ എങ്ങനെ വരച്ചു കാണിക്കും? ഈ കേസിൽ നവലോകം പത്രത്തിന്റെ ഉടമയും അഡ്വക്കേറ്റ് രാധികയുടെ ഭർത്താവുമായിരുന്ന വിശ്വനാഥനെ പൂർവ്വവൈരാഗ്യം മൂലം അനന്തൻ നമ്പ്യാർ തന്റെ ഗുണ്ടകളാൽ കൊലപ്പെടുത്തിയെന്നതാണ് വാദിഭാഗം ഉന്നയിച്ചിരിക്കുന്നത്. ഫാക്ടറി സമരകാലത്ത് ശ്രീ വിശ്വനാഥൻ തൊഴിലാളികളെ സഹായിച്ചു എന്നതും തന്റെ പത്രത്തിലൂടെ ശ്രീ അനന്തൻ നമ്പ്യാരുടെ പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവന്നു എന്നതും മതിയായ കാരണങ്ങളാണെന്ന് ഈ കോടതിക്ക് തോന്നുന്നില്ല. പ്രസ്തുത കാരണങ്ങൾ കൊണ്ട് അനന്തൻ നമ്പ്യാർ വിശ്വനെ കൊല്ലിച്ചു എന്ന് പറയുന്നതിൽ ഒട്ടും കഴമ്പില്ല. എന്നാൽ അനന്തൻ നമ്പ്യാരാണ് ഇത് ചെയ്യിച്ചതെന്ന് തെളിയിക്കാൻ വാദിക്ക് കഴിഞ്ഞിട്ടുമില്ല. അതിനുവേണ്ട സുശക്തമായ ഒരു തെളിവും ഈ കോടതി മുൻപാകെ ഹാജരാക്കുവാൻ വാദിഭാഗത്തിന് കഴിഞ്ഞിട്ടുമില്ല. ഈ കേസിൽ മതിയായ തെളിവുകളോ ദൃക്സാക്ഷികളോ ഇല്ലാത്തതിനാലും പ്രതി അനന്തൻ നമ്പ്യാരുടെ സമൂഹത്തിലുള്ള മാന്യതയും അംഗീകാരവും കണക്കിലെടുത്തുകൊണ്ടും അനന്തൻ നമ്പ്യാരെ നിരുപാധികം വിട്ടയക്കാൻ ഈ കോടതി ഉത്തരവായിരിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രാഷ്ട്രീയ പകപോക്കലിന്റെയും വ്യക്തിവൈരാഗ്യത്തിന്റെയും പേരിൽ ആരോപണത്തിന്റെ പുകമറ സൃഷ്ടിച്ച് നമ്മുടെ മഹാനായ നേതാവിനെ കരുതേച്ച് കാണിക്കാനുള്ള ചില നിക്ഷിപ്ത താൽപര്യക്കാരുടെ ശ്രമത്തെ ഒരു നിയമയുദ്ധത്തിലൂടെ പരാജയപ്പെടുത്തി രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ തിളങ്ങി നിൽക്കുന്ന ശുക്രനക്ഷത്രമായ മുൻ മുഖ്യമന്ത്രി ശ്രീമാൻ അനന്തൻ നമ്പ്യാർക്ക് പൗരസമിതിയുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. പ്രിയ സുഹൃത്തുക്കളെ, സംശയത്തിന്റെ കരിനിഴലിലിരിക്കുന്ന മുഖ്യമന്ത്രി കസേരയേക്കാൾ ജനഹൃദയങ്ങളുടെ സ്ഥാനമാണ് എനിക്ക് വലുത്. ഇന്ന് ഞാൻ സന്തുഷ്ടനാണ്. കാരണം എന്നും എനിക്ക് പിൻബലമായി നിന്നിട്ടുള്ള നിങ്ങൾ ഇന്നും എന്നോടൊപ്പമുണ്ട് എന്നത് തന്നെ. പറഞ്ഞത് you will never and never escape. I am Radhika Vishwanath.